എൻ്റെ പേര് സ്നേഹ എന്നാണ്, ടീച്ചറാണ്. അയ്യോ ഇത് ഇത്രയും വലിയ ബുക്ക്, അതിന്റെ ഒരു പ്രശ്നമാണ്. ബുക്ക് മാത്രമേ വലുതുള്ളൂ, പക്ഷെ ഇത് നിങ്ങൾ +2 കുട്ടികൾ പഠിക്കുന്നതാണ് പഠിക്കുന്നത്. എന്റെ സബ്ജക്ട് കെമിസ്ട്രി ആണെങ്കിലും എനിക്കൊരു ട്യൂഷൻ സെന്ററിലുള്ള കുട്ടികൾക്ക്, അപ്പൊ അവിടെ നമ്മൾ സ്റ്റാറ്റി ഒക്കെ എടുക്കാറുണ്ട്. അപ്പൊ അവരുടെ സെയിം സിലബസ് ആണ് നിങ്ങൾക്ക് വന്നിരിക്കണം. അപ്പൊ അത്രയും കുറച്ചേ ഉള്ളൂ പഠിക്കാന്നുള്ള ധാരണയോട് കൂടെ സ്റ്റാറ്റി പഠിക്കാം. എത്ര പേര് നാളെ എക്സാം എഴുതുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഓക്കെ, നാളെ എഴുതാത്തവര് ഇനി മനസ്സിൽ അങ്ങനെ ഒരു പേടി സമയം ജസ്റ്റ് +2 സിലബസ് ആണ് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ മുന്നോട്ട് പോവാ കേട്ടോ. അത്രേ ഉള്ളൂ നിങ്ങൾക്ക് പഠിക്കാനായിട്ട്. അപ്പൊ നമുക്ക് 4 ബ്ലോക്കാണ് വരുന്നത്. ആദ്യം സ്റ്റാർട്ടഡ് ഇൻട്രൊഡക്ഷൻ ആണ്, പക്ഷെ ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ബ്ലോക്കാണ്. നമുക്ക് അത്യാവശ്യം ചോദ്യങ്ങൾ ഇതിന്ന് വരാറുണ്ട്. രണ്ടാമത്തേല് നമുക്ക് കോറിലേഷൻ ടെസ്റ്റുകളും റിഗ്രഷൻ ആണ് വരുന്നത്. മൂന്നാമത്തെ ബ്ലോക്കും ഈ ചാപ്റ്റർ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ചാപ്റ്റർ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പ്രോബ്ലംസ് ആണ് ഉള്ളത്. 3 പ്രോബ്ലംസ് അവിടെ തന്നെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബ്ലോക്ക് എടുക്കുന്നത്? ഇപ്പൊ ഇതൊന്ന് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, നോട്ട് എന്തെങ്കിലും ചെയ്തോളൂ. മസ്റ്റ് റീഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ. ഇത് മാത്രം വായിച്ചാൽ മതി അല്ലെങ്കിൽ ഇത് മാത്രം എക്സാമിന് വരുള്ളൂ എന്ന് ഞാൻ എവിടെയും പറയണില്ല. പക്ഷെ ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ ഓൾറെഡി ഇന്നലെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കണം. ഇതിലിപ്പോ ഗ്രൂപ്പിൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട്, നോട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ. ഇത് എന്തായാലും നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇത്രയെങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോകണം, നിങ്ങൾക്ക് അത്യാവശ്യം സ്കോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ പാരാമെട്രിക് നോൺ, ഇതൊക്കെ തിയറിയിൽ വരുന്നതാണ്. പാരാമെട്രിക് നോൺ പാരാമെട്രിക്, ഡിസ്ക്രിറ്റീഷ്യൽ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ, അതേപോലെ കോറിലേഷൻ ടെസ്റ്റുകൾ. പിന്നെ വരുന്നത് നമ്മുടെ അനോവ പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് മെയിൻ ആയിട്ടും അനോവ. നിങ്ങൾക്ക് നോക്കിയറിയാം, ഒരു 2011 തൊട്ട് 23 വരെയും 10 മാർക്കിന് ആദ്യം വന്ന് കിടക്കുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഏതാണ്? അനോവയാണ്. പിന്നെ കൈസ്കോർ, കെൻഡാൽ, മാൻ വിറ്റ്നി, സ്പിയർമാൻ, പിയേഴ്സൺ. ഇത്രയും നോക്കാം. പിയേഴ്സൺ ഞാൻ ഇടില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ റീസെന്റ് കുറെ കാലമായിട്ട് വരാതിരുന്ന ഒരു സാധനമാണ് പിയേഴ്സൺ. പക്ഷെ ഇത്തവണത്തെ അസൈൻമെന്റ് പേപ്പറിൽ പിയേഴ്സൺ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതിൽ നോക്കിയ ആദ്യത്തെ ചാപ്റ്റർ വരുന്ന പാരാമെട്രിക് ആൻഡ് നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഇതില് പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് നോക്കിയറിയാം ഇങ്ങനെയാണ് ചോദ്യം വരുന്നത്. സെയിം കാര്യം തന്നെ തിരിച്ചു മറിച്ചും സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് പാരാമെട്രിക് ടെസ്റ്റ്, അസംഷൻ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, കാര്യം നോൺ പാരാമെട്രിക്കിൽ ചോദിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ചില സമയത്ത് ഏതെങ്കിലും ഒരെണ്ണം, അതിന്റെ ഡിസഡ്വാൻറ്റേജ്, ഈ രീതിയിലൊക്കെയാണ് നിങ്ങളുടെ ചോദ്യങ്ങൾ കിടക്കുന്നുണ്ടാവുക. 6 മാർക്കിന്റെ സെക്ഷനിലാണെങ്കിലും സെയിം ചോദ്യം തന്നെ 6 മാർക്കായിട്ടും ചോദിച്ചിട്ടുണ്ട്. അസംഷൻസ് എഴുതാൻ വേണ്ടിയിട്ട് നോൺ പാരാമെട്രിക്കിന്റെ അതിന്റെ യൂസസ് എഴുതാൻ, പിന്നെ പാരാമെട്രിക് നോൺ പാരാമെട്രിക് തമ്മിലുള്ള വ്യത്യാസം എന്താണ്, പിന്നെ വീണ്ടും നോൺ പാരാമെട്രിക് അസംഷൻസ്. ഇത് ഞാനൊരു 2018 ആ സമയം തൊട്ടാട്ടോ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തത്. ഞാൻ പറയാൻ വിട്ടുപോയി. 2018 വരെയുള്ളതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇത്രയും പ്രാവശ്യം ഈ കുറച്ച് വർഷത്തിനുള്ളിൽ തന്നെ ഈ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, പാരാമെട്രിക്കും നോൺ പാരാമെട്രിക്കും തമ്മിലുള്ള വ്യത്യാസം. ആദ്യത്തെ ബ്ലോക്ക് നമ്മൾ അത്യാവശ്യം പറയാൻ സമയം എടുക്കും, കാരണം തിയറി കൂടുതൽ കിടക്കുന്ന അവിടെയാണ്. PDF ഷെയർ ചെയ്യാം. ആദ്യം വരുന്നത് പാരാമെട്രിക് ടെസ്റ്റ് ആണ്. പാരാമെട്രിക് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും എന്ത് വരും? നമ്മൾ നോർമലി നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താ, ഒരു മാത്തമാറ്റിക്കൽ ടെസ്റ്റ് ആണല്ലേ. സ്റ്റാറ്റി എന്ന് പറയുമ്പോഴേ നമുക്ക് മാത്സും ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാറ്റിയുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ കിടക്കുന്ന ഡാറ്റാസിനെ ഒന്ന് അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് സ്റ്റാറ്റിയുടെ ലക്ഷ്യം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടികളുടെ ഒരു മാർക്ക് 50 കുട്ടികളുടെ മാർക്ക് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യണം അല്ലെ. അത് നിങ്ങൾ എങ്ങനെയാ ഓരോ സബ്ജക്ട് വൈസ് അറേഞ്ച് ചെയ്യണം. അപ്പൊ അതിന് നിങ്ങൾക്ക് സ്റ്റാറ്റിസ്റ്റിക് ആവശ്യമാണ്. അപ്പൊ ഇത് നോർമലി നമ്മുടെ ഒരു ഡേ ടു ലൈഫിൽ വരുന്ന ഒരു കാര്യമാണ്. ഒരു മിനിറ്റ്, 100 എബോവ് ആയി, അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റും. ഒന്ന് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കുറെ പേര് ഇടയിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ഗൂഗിൾ മീറ്റില് അത്രേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താണ്
പോപ്പുലേഷൻ പാരാമെട്രിക്കിലോട്ട് വരുമ്പോഴേക്കും ഈ ടെസ്റ്റുകൾ നമ്മൾ റിസർച്ചിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ പാരാമെട്രിക് ടെസ്റ്റും നോൺ പാരാമെട്രിക് ടെസ്റ്റും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന എവിടെയാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു റിസർച്ചിലോട്ട്, ഇത് നേരത്തെ പറഞ്ഞ ഒരു ക്ലാസ്സിൽ അറേഞ്ച് ചെയ്യൽ മാത്രം അല്ലെ, നമ്മൾ റിസർച്ച് ലെവലിൽ കമ്പയർ ചെയ്യാനായിട്ടും ഏതാണ് ബെറ്റർ ഏതാണ് കോറിലേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കൂടുതലും 2 ടൈപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കാണ് ഉപയോഗിക്കുക. അതിലൊന്നാണ് പാരാമെട്രിക്, രണ്ടാമത്തത് നോൺ പാരാമെട്രിക് ആണ്. പാരാമെട്രിക്കിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നവയാണ് പാരാമെട്രിക്. ഇതില് സ്റ്റാറ്റ് ബേസ് ഇല്ലാത്തവരുണ്ടാവും, അപ്പൊ ഞാൻ പറയാം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി പവർഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് പാരാമെട്രിക് ടെസ്റ്റ്. അതിന്റെ എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ടി ടെസ്റ്റ്, അനോവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പാരാമെട്രിക് ടെസ്റ്റ് വരാം. ടി ടെസ്റ്റും അനോവയും എല്ലാം ഉപയോഗിക്കുന്നത് എന്താണ്, 2 ഗ്രൂപ്പുകളെ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തി, നമ്മുടെ റിസർച്ചിലുള്ള ഒരു എക്സാമ്പിൾ കേട്ടോ, ഇംഗ്ലീഷ് ടെസ്റ്റ് നടത്തിയ സമയത്ത് നിങ്ങൾക്ക് എന്തില്ല, കുട്ടികളുടെ മാർക്ക് അത്രയും നല്ലതല്ല. അപ്പൊ നിങ്ങൾ ഒരു പ്രത്യേക ഗ്രാമറൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം കുറച്ചും കൂടെ കൊണ്ടുവരാനായിട്ട് തീരുമാനിക്കുകയാണ്. അത് എഫക്റ്റീവ് ആണോ ഇല്ലയോ നിങ്ങൾക്ക് അറിയണം. അപ്പൊ അതിന് എന്ത് ചെയ്യും വെച്ചാൽ 2 ക്ലാസ് ചൂസ് ചെയ്യും. ഒരു ക്ലാസ്സിൽ ട്രെയിനിങ് കൊടുക്കും, മറ്റേ ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല, ട്രെയിനിങ് കൊടുക്കില്ല. അതിനെ നമ്മൾ കൺട്രോൾ ഗ്രൂപ്പ് പറയും. ട്രെയിനിങ് കൊടുക്കുന്ന ഗ്രൂപ്പാണ് എക്സ്പെരിമെന്റൽ ഗ്രൂപ്പ്. എന്നിട്ട് നിങ്ങൾ വീണ്ടും പരീക്ഷ നടത്തും. ഏത് ഗ്രൂപ്പിലാണ് കൂടുതൽ മാർക്ക് കിട്ടിയത്, ആ ഒരു ട്രെയിനിങ്ങിന് ഒരു ഇമ്പാക്ട് അവിടെ കുട്ടികളുടെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ടോ ഇല്ല എന്നൊക്കെ നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്യും? ഇതേപോലെ ടി ടെസ്റ്റ് വെച്ച് അനലൈസ് ചെയ്യും. ഇനി 2 കൂടുതൽ ഗ്രൂപ്പ് ഉണ്ട് നിങ്ങൾക്ക് എങ്കിൽ നിങ്ങൾ എന്ത് ഉപയോഗിക്കും, അനോവ യൂസ് ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടി നമ്മളൊരു ഇന്റർവെൻഷൻ ബെനിഫിറ്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 വേരിയബിൾസിനെ തമ്മിൽ കമ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ടി ടെസ്റ്റും അനോവയൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി ഇതിന് പാരാമെട്രിക് ടെസ്റ്റിന് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് ഉപയോഗിക്കാൻ. ഈ പറഞ്ഞൊരു കണ്ടീഷൻ മാത്രമല്ല, അതാണ് ഇനി പറയുന്നത്. അപ്പൊ എന്താണ്, ഡാറ്റാസ് എപ്പോഴും നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. നേരത്തെ പറഞ്ഞ പോലെ നോർമൽ കർവ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയാം ബെൽ ഷേപ്ഡ് കർവ് എന്നാ പറയാം. നോർമൽ കർവിന്റെ മറ്റാണ് ബെൽ ഷേപ്ഡ് കർവ് ആയിരിക്കണം. ബെൽ ഷേപ്ഡ് കർവ് ആണെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറഞ്ഞ പോലെ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കാൻ പറ്റാം. ഈക്വൽ വേരിയൻസ് ആയിരിക്കണം. അതായത് നമ്മൾ എടുക്കുന്ന 2 ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 2 ഗ്രൂപ്പിന്റെയും വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ടേം ആണ് വേരിയൻസ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്നതാണ്. അപ്പൊ ഈ വേരിയൻസ് 2 ഗ്രൂപ്പിലും ഒരേപോലെ ആയിരിക്കണം, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ശരിക്കും ഈക്വൽ വേണം, ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഓൾമോസ്റ്റ് ഈക്വൽ ആണെങ്കിലാണ് നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യുക. ഒബ്സർവേഷൻസ് എപ്പോഴും ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിൽ റിപ്പീറ്റേഷൻ വരാൻ പാടില്ല. ഡാറ്റ വീണ്ടും 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 റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ക്ലാസ് എ എടുത്തു, ക്ലാസ് എയിൽ തന്നെ 10 പ്രാവശ്യം ഞാൻ ടെസ്റ്റ് നടത്താൻ പാടില്ല. ഒരു പ്രാവശ്യം നടത്തി കമ്പയർ ചെയ്യാം, അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. ഇനി റിലേഷൻസ് ലീനിയർ റിലേഷൻ ആയിരിക്കണം, വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ. നമുക്ക് വരയ്ക്കുമ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഒക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പിന്നെ കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കണം. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റയിൽ പല രീതിയിലുള്ള സ്കെയിൽ ഉണ്ട്, മെഷർമെന്റ് സ്കെയിൽസ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഉണ്ട് കേട്ടോ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കണില്ല. 4 ടൈപ്പ്: നോമിനൽ, ഓർഡിനൽ, ഇന്റർവൽ, റേഷ്യോ. 4 രീതിയിലാണ്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ അളക്കുന്ന സ്കെയിൽ എന്നല്ല, ആ ഒരു ക്വസ്റ്റ്യനെയറിന്റെ രീതിയാണ്. ഇപ്പൊ നോമിനൽ എന്ന് പറയുമ്പോഴേക്കും നെയിം ബേസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ റിലീജിയൻ എന്താ, നെയിം എന്താ, ആ രീതിയിലുള്ളത്. ഓർഡിനൽ പറയുമ്പോഴേക്കും ഓർഡർ ആണ്, നിങ്ങൾ തന്നതിന്റെ ആ ഒരു പ്രിഫറൻസിൽ നിങ്ങൾ ഓർഡർ ചെയ്യുന്നതാണ്. പിന്നെ ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇത്ര തൊട്ട് ഇത്ര വരെ എന്നുള്ളതാണ്, 15 മുതൽ 20 വരെ. നിങ്ങൾ ആ ഒരു റേഞ്ച് ആയിരിക്കും പറയുന്നുണ്ടാവുക. പിന്നെ ഈ പറയുമ്പോഴേക്കും റേഷ്യോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ എത്ര കാർ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര പ്രാവശ്യം എക്സാം അറ്റൻഡ് ചെയ്തു, അങ്ങനെ അങ്ങനെ നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം. അറ്റ്ലീസ്റ്റ് നമ്മൾ മെഷർ ചെയ്ത ഒരു ക്വസ്റ്റ്യനെയർ എന്തായിരിക്കണം, ഇന്റർവെൽ സ്കെയിലുള്ള ഒരു ക്വസ്റ്റ്യനെയർ എങ്കിലും ആയിരിക്കണം. റേഷ്യോ ആണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ ഇന്റർവെൽ സ്കെയിലെങ്കിലും മെഷർ ചെയ്തായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുക, പാരാമെട്രിക് ഉപയോഗിക്കുക. ലാസ്റ്റ് കണ്ടീഷൻ റാൻഡം സാമ്പിളിംഗ് ആയിരിക്കണം. നമ്മൾ റിസർച്ചിൽ പഠിക്കുന്നുണ്ട് സാമ്പിളിംഗ് മെത്തേഡ്. അപ്പൊ റാൻഡം സാമ്പിളിംഗ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, ഈ പറഞ്ഞ പോലെ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത്രയും കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പാരാമെട്രിക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എപ്പോഴും ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം എന്നില്ല.
അല്ലാത്ത സാഹചര്യങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക, നോൺ പാരാമെട്രിക് ഉപയോഗിക്കുക. ഇതിൽ പറയാത്തൊരു കാര്യമുണ്ട്, ഒരു സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 30-ന് മുകളിലായിരിക്കണം കേട്ടോ. ഒരു 30-ക്ക് മുകളിലാണെങ്കിൽ മാത്രം, 30 ഡാറ്റയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് കൺസിഡർ ചെയ്യുള്ളൂ. അപ്പൊ ഇത്രയും കണ്ടീഷൻസ് ഉണ്ട്. വേണ്ടവരൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ എടുത്തു വെച്ചോളൂ പെട്ടെന്ന്. ഡാറ്റാസ് എന്തായിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, ഈക്വൽ വേരിയൻസ് ഉണ്ടാവണം, ഇൻഡിപെൻഡന്റ് ഒബ്സർവേഷൻ ആയിരിക്കണം, ലീനിയർ റിലേഷൻഷിപ്പ് ആയിരിക്കണം, കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കണം, ഇന്റർവെൽ സ്കെയിലെങ്കിലും മെഷർ ചെയ്തതായിരിക്കണം, റാൻഡം സാമ്പിളിംഗ് വേണം, ഡാറ്റ 30-ൽ കൂടുതലായിരിക്കണം. ഇത്രയും കാര്യങ്ങളും ഈ 8 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമ്മൾ പാരാമെട്രിക് ടെസ്റ്റ് ഉപയോഗിക്കും. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാം നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്, ഏതാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് തീരുമാനിക്കാൻ പറ്റും പാരാമെട്രിക് വേണോ നോൺ പാരാമെട്രിക് വേണോ എന്നൊക്കെ. ഇതിൽ പ്രോജക്റ്റ് ചെയ്തവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. ഇനി വരുന്നത് അഡ്വാൻറ്റേജസ് ആണ്. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും, ഈ പറഞ്ഞൊക്കെ തന്നെയാണ്. നമുക്ക് ഇൻഡിപെൻഡന്റ് വേരിയബിളും ഡിപെൻഡന്റ് വേരിയബിളും തമ്മിലുള്ള വ്യത്യാസം നല്ല നീറ്റ് ആയിട്ട് മനസ്സിലാക്കാം. കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള ടെസ്റ്റ് ആണ്. എറർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എറർ വരാനുള്ള സാധ്യത ആരാ ജോയിൻ ചെയ്യണം, എറർ വരാനുള്ള സാധ്യത കുറവാണ്. നമുക്ക് റാങ്ക് ഫോമാറ്റിലോട്ട്, അതായത് വേറൊരു മെത്തേഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അല്ലെ. ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഏത് വരുന്നത്, നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റുകൾ മെയിൻ ആയിട്ടും വരുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ അസംഷൻ ഏതെങ്കിലും ഒരു അസംഷൻ നിങ്ങൾ തെറ്റിച്ചാൽ, ഡീവിയേറ്റ് ചെയ്താൽ ആൻസറും തെറ്റും, കൺക്ലൂഷൻ ഫുള്ള് തെറ്റിപ്പോകും. നിങ്ങൾ ആ റിസർച്ച് ചെയ്ത് കഷ്ടപ്പെട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്ത് വരുമ്പോൾ അത് തെറ്റും. അപ്പൊ ഒരു അസംഷൻസ് പോലും ഡീവിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും ശ്രദ്ധയോടെയാണ് നമ്മൾ ചെയ്യാനായിട്ട്. അതേപോലെ 30-ൽ താഴെയുള്ള ഡാറ്റാ സെറ്റ് ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാ ടൈപ്പിനും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇന്റർവെൽ സ്കെയിലോ റേഷ്യോ സ്കെയിലോ വേണം. അപ്പൊ ബാക്കിയുള്ളതോ നോമിനൽ സ്കെയിൽ അളന്ന ഡാറ്റാസ് ഉണ്ടാവാം അല്ലെ. അതൊന്നും നമുക്ക് ഇവിടെ ഒന്നും യൂസ് ചെയ്യാനേ പറ്റില്ല എന്നുള്ളതാണ്. ഓർഡിനൽ സ്കെയില് നോമിനൽ സ്കെയില് വന്ന ഡാറ്റാസ് ഒന്നും നമുക്ക് ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എല്ലാ ഡാറ്റ ഉപയോഗിക്കാൻ പറ്റില്ല. അതേപോലെ ഡാറ്റാ സെറ്റിന്, സ്മോൾ ഡാറ്റാ സെറ്റിന് നമുക്ക് വാലിഡ് അല്ല. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, എല്ലാ അസംഷൻസും കറക്റ്റ് ആയില്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും, എറർ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യതയുണ്ടെന്നല്ല, എറർ വരും. ഇത്രയാണ് പാരാമെട്രിക് ടെസ്റ്റ്. ഞാൻ കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോകും. നിങ്ങളപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളാം. ഇടയിൽ കുറെ പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ടൈം ലിമിറ്റഡ് ആയതുകൊണ്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ടിന്റെ സൈഡിൽ എഴുതി വെക്കുക. ഡൗട്ട് എന്തെങ്കിലും ചാറ്റ് ബോക്സിൽ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നോട്ടിൽ എഴുതി വെച്ചിട്ട് ലാസ്റ്റ് വെക്കാം. അപ്പൊ നോൺ പാരാമെട്രിക് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ ഇത്രയാണ് പാരാമെട്രിക്. പാരാമെട്രിക് നന്നായി പഠിച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നോൺ പാരാമെട്രിക്. എന്തായിരിക്കും, നോർമൽ കർവ് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീ ടെസ്റ്റ് എന്ന് പറയാറുണ്ട്. കൂടുതൽ വേണ്ട, 30-ൽ താഴെയാണെങ്കിലും ചെയ്യാം. നേരത്തെ പറഞ്ഞ അസംഷൻസിന്റെ നേരെ ഓപ്പോസിറ്റ് ഇവിടെ. എന്താണ്, കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ്. പക്ഷെ അത്ര റോബസ്റ്റ് പവർഫുൾ ടെസ്റ്റ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ലെസ് പവർഫുൾ ആണ്, കാരണം കുറച്ച് ഇൻഫർമേഷൻസേ വരുന്നുള്ളൂ. കുറേ പേര് ജോയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ഭയങ്കര പവർഫുൾ ആണ്. അതേപോലെ തന്നെയാണ് ഈ പറഞ്ഞ പോലെ അസംഷൻസ് ഇല്ലാന്നില്ല, എന്നാലും കുറച്ചൊക്കെ അസംഷൻസ് ഉണ്ട്. ഓർഡിനൽ ഡാറ്റ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. എളുപ്പമുള്ള ഒരു ടെസ്റ്റ് ആണ്, കുറച്ചും കൂടി ചെയ്യാൻ കൺവീനിയന്റും ഫ്ലെക്സിബിളും ആണ് വരുമ്പോഴേക്കും. ഇതൊക്കെയാണ് അതിന്റെ ഒരു അസംഷൻസ് എന്ന് പറയുന്നത്. സ്മാൾ സൈസ് 30 ആണെങ്കിൽ നമുക്ക് ചെയ്യാം, 30 ബിലോ ആണെങ്കിൽ ചെയ്യാം. നോൺ നോർമൽ ആവണം നിർബന്ധമില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാരാമെട്രിക് ടെസ്റ്റ് വെച്ച് ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകളൊക്കെ ഇവിടെ ഉപയോഗിക്കാം. അൺനോൺ ഡാറ്റാസിൽ ഉപയോഗിക്കാം. നോമിനൽ സ്കെയിൽ ആയാലും ഓർഡിനൽ സ്കെയിൽ ആയാലും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടിന്യൂസ് വേരിയബിൾ വേണം നിർബന്ധമൊന്നുമില്ല, കാരണം നമുക്ക് വേരിയബിൾസ് അറിയാലോ, ഒരുപാട് ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഉണ്ട് നമുക്ക് എല്ലാ റിസർച്ചിൽ. കണ്ടിന്യൂസ് വേരിയബിൾ മാത്രമേ ഉപയോഗിക്കാൻ പാടൂ എന്നൊന്നുമില്ല. പാരാമെട്രിക് വരുമ്പോഴേക്കും നമ്മൾ കണ്ടിന്യൂസ് വേരിയബിൾ ആണെങ്കിൽ എടുക്കാം. കണ്ടിന്യൂസ് വേരിയബിളിന്റെ എക്സാമ്പിൾ എന്താ, ഏജ്, ഹൈറ്റ്, വെയിറ്റ്, ഇന്റലിജൻസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വേണം, നിർബന്ധമൊന്നും ഇല്ല. സ്മാൾ സാമ്പിൾസിന് യൂസ് ചെയ്യാൻ പറ്റും. അധികം സ്റ്റാറ്റിസ്റ്റിക്കൽ നോളേജ് വേണമെന്നൊന്നുമില്ല നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അറിയാം പാരാമെട്രിക്കിന്റെ അത്രയും
സ്റ്റാറ്റിസ്റ്റിക്കൽ നോളജ് വേണ്ട, നോൺ പാരാമെട്രിക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. സയൻസ് അല്ലെങ്കിൽ റാങ്ക് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ ചെയ്യാൻ എളുപ്പമുണ്ട്. അതേപോലെ റിസൾട്ട് എന്താണ് മനസ്സിലാക്കാനും എളുപ്പം, അനലൈസ് ചെയ്യാനും ഇന്റർപ്രറ്റ് ചെയ്യാനും ഒക്കെ ഈസിയാണ്. ഇത്രയാണ് ആ ഒരു ചാപ്റ്റർ വരണേ. അപ്പൊ നിങ്ങൾ അത് എന്തായാലും എന്ത് ചെയ്യണം, ഈ പറഞ്ഞ പോലെ നോക്കണം. പാരാമെട്രിക് നോൺ പാരാമെട്രിക് 10 മാർക്കിനോ 6 മാർക്കിനോ ഒക്കെ വരാറുള്ള ഒരു ചോദ്യമാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതും കുറെ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതില് പലപ്പോഴും ചോദിക്കുക ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുമ്പോൾ പലർക്കും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്, തെറ്റിക്കുന്ന ഒരു സാധനമാണ് അത്. എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങ് മാറ്റി ചെയ്തു ഏതാണെന്ന് അറിയാതെ. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഓർഗനൈസേഷനും സമ്മറൈസേഷനും രണ്ടും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ് വരുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റില് ഓർഗനൈസേഷൻ സമ്മറൈസേഷൻ എന്ന 2 ഹെഡിങ്സ് ഉണ്ടാവും. അത് രണ്ടും വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിലാണ്. ഇൻഫറൻഷ്യൽ ആകെ വരുന്നത് ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും ടൈപ്പ് 1 ടൈപ്പ് 2 എറേഴ്സും ആണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്നത്. അപ്പൊ അത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം, മിക്സ് ചെയ്ത് എഴുതരുത്. ഇങ്ങനെയാണ് ചോദ്യങ്ങൾ വരാം. ഗ്രാഫിക്കൽ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എഴുതാൻ വരാറുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഇൻഫറൻഷ്യൽ കമ്പയർ ചെയ്ത് എഴുതാൻ വരാറുണ്ട്. ഇതൊക്കെ 10 മാർക്കിനാണ്. ഈ പറഞ്ഞ പോലെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും എഴുതാം. പിന്നെ എന്താണ് സെൻട്രൽ ടെൻഡൻസി, എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 4 മേജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് ഏതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. കാരണം ഉണ്ടോ, ഇവിടെ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ഇൻഫറൻഷ്യൽ എല്ലാ ചോദ്യത്തിലും വരണമെന്നില്ല, ഇങ്ങനെയും ചോദിക്കും. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഏതൊക്കെയാണ്, ഡാറ്റ ഓർഗനൈസേഷന് വേണ്ട ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ. പിന്നെ ചോദിക്കുന്നത് ഇങ്ങനെ സെയിം ഇവിടെ ഉണ്ട്. പിന്നെ സെൻട്രൽ ടെൻഡൻസി വിത്ത് ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ. ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ ഏത് ചോദ്യത്തിൽ വന്നാലും, ഇതിൽ തന്നെയല്ല എവിടെ വന്നാലും അതിന് പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സാമ്പിൾ എടുത്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പേഴ്സ് എടുത്ത് ചെയ്യാം. അപ്പൊ ചെറിയ നമ്പേഴ്സ് എടുത്ത് ചെയ്യാം, വലിയ കഷ്ടപ്പെട്ട് വലിയ നമ്പേഴ്സ് ഒക്കെ ഇരിക്കട്ടെ എന്ന് വെച്ച് ചെയ്യാതിരിക്കുക. മാക്സിമം ചെറിയ നമ്പർ 2 ഡിജിറ്റ് ഒക്കെ എടുത്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ഡാറ്റാസ് ഒരു 6-7 ഡാറ്റ ഒക്കെ എടുത്തിട്ടോ ചെയ്യാം. വെറുതെ കുറെ 20 ഡാറ്റ ഒന്നും എടുത്ത് ചെയ്യാൻ നിൽക്കരുത്. നമ്മൾ പ്രോബ്ലം വരുന്ന അതേ ലെവലിലൊന്നും ചെയ്യേണ്ട. ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ വരുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് എടുത്ത് ചെയ്യാം. അപ്പൊ കുറച്ച് നമ്പേഴ്സ് 5-ൽ കുറയരുത് കേട്ടോ. എല്ലാ ടെസ്റ്റും 5-ൽ കൂടുതൽ വേണമെന്നാണ്. അപ്പൊ ഒരു 5-ൽ കൂടുതൽ ഡാറ്റ എടുക്കുക, ഒരു 10-ന്റെ ഉള്ളിൽ നിൽക്കുന്നവരെ ഡാറ്റ എടുക്കുക ചെയ്യാം. ഇനി വരുന്നത് ഈ പറഞ്ഞ ടെക്നിക്സ്. സോറി, ഓക്കെ. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ കാര്യം. ഓരോന്നിന്റെ ഹെഡിങ്ങിന്റെ കീഴിൽ എന്ത് വരണം എന്ന് അറിയണം. ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ, ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ. ഇത് 4ഉം ഡിസ്ക്രിപ്റ്റീവിലെ തന്നെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റ എങ്ങനെ ഓർഗനൈസ് ചെയ്യും. ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് പറഞ്ഞ പോലെ എങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു അല്ലെ, ഇന്ന സബ്ജക്ട് കെമിസ്ട്രി, ഫിസിക്സ്, മലയാളം, ഇംഗ്ലീഷ് ടേബിൾ ആക്കി. നിങ്ങൾ അതിനെ ടാബുലേറ്റ് ചെയ്തു, ഓരോ ടേബിളൊക്കെ വരച്ച് ഓരോ സബ്ജക്ട് ഓരോ കുട്ടികളുടെ ഓരോ ക്ലാസ്സിൽ എഴുതി. ഇനി മൊത്തത്തിൽ ഓവറാൾ കെമിസ്ട്രിയുടെ ഒരു അനാലിസിസ് നടത്തണം എല്ലാ ക്ലാസ്സിലും കൂടെ 8, 9, 10. നിങ്ങൾ എന്ത് ചെയ്യും, അതിന്റെ നമുക്ക് സോഫ്റ്റ്വെയറിൽ ഇട്ട് കൊടുത്ത് അതിന്റെ ഗ്രാഫ് കിട്ടും. എക്സലിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഗ്രാഫ് കിട്ടും. നിങ്ങൾക്ക് ഗ്രാഫും ഡയഗ്രാംസും ഒക്കെ കിട്ടും. അത് വെച്ച് പെട്ടെന്ന് അനലൈസ് ചെയ്യാം, ഏത് ക്ലാസ്സിലാണ് കൂടുതൽ, ഏത് സബ്ജക്റ്റിനാണ് കൂടുതൽ, അത് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമുണ്ടാവും. ഇതാണ് ഓർഗനൈസേഷൻ. സമ്മറൈസേഷൻ എന്ന് പറയുമ്പോഴേക്കും നമ്മളിപ്പോ സെൻട്രൽ ടെൻഡൻസി കാണാം, മീൻ മീഡിയൻ മോഡ് കാണാം, ഇനി നമ്മുടെ ഒരു ആവറേജ് വാല്യൂന്ന് എത്രത്തോളം വേരിയേഷൻ വന്നിട്ടുണ്ട്, പിന്നെ അതിന് ഒരു ഗ്രാഫിന്റെ നോർമാലിറ്റിയിൽ എത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, നോർമൽ കർവാണോ കിട്ടിയത്, നോർമൽ കർവല്ലേ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് സമ്മറൈസേഷൻ ഓഫ് ഡാറ്റ. അപ്പൊ ഇതിൽ ആദ്യത്തേതോ ഓർഗനൈസേഷൻ. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ടേബിൾ ആണ്. ഇപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് തന്നെ പറയാം. ഇപ്പൊ നിങ്ങളുടെ 50-ലാണല്ലോ മാർക്ക് വരുന്നത്. അപ്പൊ സ്റ്റാറ്റിൽ 50 മാർക്ക്. 50 മാർക്കിൽ ഞാൻ എഴുതുകയാണ് 56 മാർക്ക്, സോറി 46 മാർക്ക് കിട്ടിയ 5 പേര്, 47 മാർക്ക് കിട്ടിയ 8 പേര്, അങ്ങനെ അങ്ങനെ എഴുതി പോകുന്നതാണ് ഫ്രീക്വൻസി ടേബിൾ. എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഫ്രീക്വൻസി, മാർക്കും ഫ്രീക്വൻസി. ഇത് ഈ രീതിയിൽ തന്നെ എഴുതണമെന്നില്ല, പല രീതിയുണ്ട്. ഇൻക്ലൂസീവ് മെത്തേഡ്, എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും, എക്സ്ക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പോ 0 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, ഈ രീതിയിൽ എഴുതി പോകുന്നത് എക്സ്ക്ലൂസീവ്. 0 to 10 നേരെ പറയുകയാണെങ്കിൽ
0, 10, പിന്നെ വരുന്നത് 10 to 20, 20 to 30, 30 to 40. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഒരെണ്ണത്തിന്റെ ലോവർ ലിമിറ്റ് 0 എന്ന് പറഞ്ഞത് അപ്പർ ലിമിറ്റ്, 10 എന്ന് 0 എന്ന് പറഞ്ഞ ലോവർ ലിമിറ്റ്, 10 എന്ന് പറഞ്ഞ അപ്പർ ലിമിറ്റ്. അടുത്ത ലൈനിൽ വരുമ്പോഴേക്കും ആദ്യത്തെ ലൈനിന്റെ അപ്പർ ലിമിറ്റ് ആണ് ലോവർ ലിമിറ്റ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇതാണ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വരച്ച് കാണിക്കാം. അപ്പൊ ഇവിടെ 10 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റ് ആണ്. അടുത്ത ക്ലാസ് ഇന്റർവെൽ വരുമ്പോഴേക്കും അത് ലോവർ ലിമിറ്റ് ആയി. ഇനി അടുത്തത് വരുമ്പോഴേക്കും ഏതായിരിക്കും? 20 ആയിരിക്കും. 20 അവിടെ അപ്പർ ലിമിറ്റ് ആയിരുന്നു, ഇവിടെ എത്തുമ്പോൾ ലോവർ ലിമിറ്റ് ആയി. ഇങ്ങനെ എഴുതുന്നതാണ് എക്സ്ക്ലൂസീവ് മെത്തേഡ്. ഇൻക്ലൂസീവ് മെത്തേഡ് എന്ന് പറയുമ്പോഴേക്കും കറക്റ്റ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. 0 to 9, 10 to 19, 20 to 29, 30 to 39. 9 ഡിഫറൻസിൽ എഴുതുക എന്നുള്ളതല്ല. ഇവിടെ നമ്മൾ 0 to 10 എന്ന് പറഞ്ഞാൽ പോലും ഏതുവരെ കാൽക്കുലേറ്റ് ചെയ്തു? 9 വരെയുള്ള ഡാറ്റാസിന്റെ എണ്ണം എഴുതുന്നു. 10 to 20 എന്ന് പറഞ്ഞാൽ 10 to 90 വരെയുള്ളത് എക്സ്ക്ലൂഡ് ചെയ്യാണ്. ആ ഒരു അപ്പർ ലിമിറ്റിന് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. അതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുമ്പോഴേക്കും. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല, കറക്റ്റ് എത്രയാണോ നമ്മൾ ഡാറ്റ എണ്ണുന്നത് അതിനനുസരിച്ച് തന്നെ എഴുതുന്നതാണ് ഇൻക്ലൂസീവ് മെത്തേഡ്. പിന്നെ വരുന്ന ട്രൂ ഓർ ആക്ച്വൽ ക്ലാസ് ആണ്. ഫോർ എക്സാമ്പിൾ ഒരു 0.5 യൂണിറ്റ്സ് ബിലോയോ അല്ലെങ്കിൽ 0.5 യൂണിറ്റ്സ് വ്യത്യാസത്തിലോ ഒക്കെ വരുന്ന ലിമിറ്റ്സ് ആണ് ട്രൂ ഓർ ആക്ച്വൽ ക്ലാസ് മെത്തേഡ്. ഇപ്പൊ 99.5 to 104.5, 104.45 to 109.5 ഈ ഒരു രീതിയിൽ നമ്മൾ 0.5 ഡിഫറൻസിലൊക്കെ എഴുതുന്നതാണ് ട്രൂ ഓർ ആക്ച്വൽ ക്ലാസ്. പിന്നെ ഫ്രീക്വൻസി പല ടൈപ്പ് ഉണ്ട്. റിലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ട്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആഡപ്പ് ചെയ്യുന്നത് കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഓർത്ത് വെക്കണം നിർബന്ധമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. പിന്നെ റിലേറ്റീവ് ഫ്രീക്വൻസി പറഞ്ഞാൽ ഫ്രീക്വൻസി ബൈ ടോട്ടൽ ഫ്രീക്വൻസി, അതിനെയാണ് റിലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറയാം. ടേബിൾ അറിയണം, ഫ്രീക്വൻസി ടേബിൾ അറിയണം, ടേബിളും അറിയണം. ടാബുലേഷൻ എന്ന് പറയുമ്പോഴേക്കും ടേബിളിന് എത്ര പാർട്സ് ഉണ്ട് എന്ന് അറിഞ്ഞു വെക്കുക. 8 പാർട്സ്. ടേബിൾ നമ്പർ വേണം. ഇതിനൊക്കെ ഡെഫിനേഷൻ ടെക്സ്റ്റ് നോക്കി പഠിച്ചോണേ. ടേബിൾ നമ്പർ വേണം, ടൈറ്റിൽ വേണം, ക്യാപ്ഷൻസ് വേണം, സ്റ്റബ് വേണം, ബോഡി, ഫുട് നോട്ട്, സോഴ്സസ് ഓഫ് ഡാറ്റ. ഇപ്പൊ ടേബിളില് ക്യാപ്ഷൻ ടേബിൾ നമ്പർ അറിയാലോ. നിങ്ങളിപ്പോ നിങ്ങളുടെ ടെക്സ്റ്റ് ഇഗ്നോറിലെ ടെക്സ്റ്റിലൊക്കെ എടുത്ത് നോക്കി അറിയാം. ടേബിൾ 1, ടേബിൾ 2, ടേബിൾ 2.3 അങ്ങനെയൊക്കെ കാണാം. അതാണ് ടേബിൾ നമ്പർ എന്ന് പറയുന്നത്. ടൈറ്റിൽ എന്ന് പറയുമ്പോൾ അത് മെയിൻ ഹെഡിങ്. ഇപ്പൊ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആൻഡ് സ്ലീപ്പ് ക്വാളിറ്റി എന്നുള്ള ഒരു ഇതാണെങ്കിൽ അത് കൊടുത്തിട്ടുണ്ടാവും, അതാണ് ടൈറ്റിൽ. ക്യാപ്ഷൻ എന്ന് പറഞ്ഞാല് നിങ്ങളുടെ കോളത്തിന്റെ ഹെഡിങ്ങിനെയാണ് ക്യാപ്ഷൻ എന്ന് പറയാ. റോയുടെ ഹെഡിങ്ങിനെയാണ് സ്റ്റബ് എന്ന് പറയാ. ഇനി അതിനുള്ളിലെ കണ്ടന്റ് ആണ് ബോഡി. ഫുഡ് നോട്ട് അതിന്റെ താഴെ കൊടുക്കുന്നതാണ്. ആ ടേബിളിനെ പറ്റി കൊടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് ഫുഡ് നോട്ട്. അപ്പൊ എന്താ സോഴ്സ് നോട്ട്? ടൈറ്റിലോ ക്യാപ്ഷനിലോ, ടൈറ്റിൽ, ക്യാപ്ഷൻ, സ്റ്റബ്, ടൈറ്റിൽ, ക്യാപ്ഷൻ, സ്റ്റബ്, ഫുഡ് നോട്ട്. ഇവിടെ ഒന്നും കൊടുക്കാൻ പറ്റാത്തതിനെയാണ് നിങ്ങൾ എന്ത് പറയുന്നത്? ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാസ്റ്റത്തെ സോഴ്സ് നോട്ട് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇതിന്റെ പാർട്സ് വരിക, ടാബുലേഷൻ ഓഫ് ഡാറ്റയിൽ വരാം. ടേബിൾ നമ്പർ, ടൈറ്റിൽ, ക്യാപ്ഷൻ, സ്റ്റബ്, ബോഡി, ഫുഡ് നോട്ട് ആൻഡ് സോഴ്സസ്. ഇത്രയും പാർട്സ് വരുന്നുണ്ട്. ഇതാണ് 8 പാർട്സ് ഓഫ് എ ടേബിൾ. ഓക്കെ. പിന്നെ വരുന്നത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. കാണിച്ചു തരാം. പലർക്കും മാറിപ്പോകുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനും ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനും. അത് മാറരുത്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി കർവ്, ഫ്രീക്വൻസി പോളിഗൺ ആൻഡ് ഒജൈവ്. OJ അല്ല, OG ആണ് കേട്ടോ, ഒജൈവ്. ഈ 4 ഗ്രാഫിൽ വരുന്നത്. പലരും ഇതിൽ ബാർ ഗ്രാഫ് ഇതിൽ കൊണ്ട് എഴുതാറുണ്ട്. ബാർ ഗ്രാഫ് ഡയഗ്രം ആണ്. ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷനിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ബാർ ഗ്രാഫും പൈ ചാർട്ടും വരുന്നത്. അത് ഓർത്ത് വെക്കണം. ഇതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം പറയുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചേർത്ത് വരച്ചു പോകും. ഇപ്പൊ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ബാർ ഗ്രാഫ് പോലെ തോന്നുമെങ്കിലും ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഇതിലൊക്കെ കാണാറുണ്ട്. എന്താ, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിലൊക്കെ ഇങ്ങനെ പലയിടത്തും കൊടുക്കാറുണ്ട് അനാലിസിസ് ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, അതാണ് ഹിസ്റ്റോഗ്രാം. ഫ്രീക്വൻസി കർവും പോളിഗണും സെയിം തന്നെയാണ്. നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യാസം, ഫ്രീക്വൻസി കർവ് കുറച്ചും കൂടി സ്മൂത്ത് കർവ് ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നുണ്ടാവുക.
ഓരോ ഡാറ്റ പോയിന്റും തമ്മിലുള്ളത് സ്മൂത്ത് കർവ് ആയിരിക്കും. പോളിഗണിലോട്ട് വരുമ്പോഴേക്കും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരയ്ക്കുക. നിങ്ങൾക്ക് അവിടെ നോക്കുമ്പോൾ ആ വ്യത്യാസം അറിയാം. ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും യോജിപ്പിക്കുന്നത്. ഇത് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല. പിന്നെ ഫ്രീക്വൻസി പോളിഗണിലോട്ട് വരുമ്പോഴേക്കും ഓരോ ക്ലാസ്സിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും നമ്മൾ എടുക്കുക. മിഡ് പോയിന്റ് എടുത്തിട്ടാണ് ഇത് വരയ്ക്കുന്നത്, ഫ്രീക്വൻസി പോളിഗൺ നമ്മൾ വരയ്ക്കുന്നത്. ഇനി ലൈൻ ചാർട്ട്, അത് ലൈൻ ചാർട്ട് ഇല്ലല്ലോ, ഒജൈവ എന്ന് പറയുമ്പോഴേക്കും ഏതാ വരുന്നത്, നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. ഇതിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്ത് വരയ്ക്കുന്ന ഒരേ ഒരു കാര്യം ഒജൈവാണ് കേട്ടോ. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എടുത്താണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇത് വരുന്നത്, ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്. ഈ ചാപ്റ്റർ ഈ ഇത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നത്, നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ വേണ്ട കാര്യങ്ങളൊക്കെ. രണ്ട് ടൈപ്പേ ഉള്ളൂ, ബാർ ഗ്രാഫും പൈ ഡയഗ്രാം. ബാർ ഡയഗ്രാം 3 രീതിയിലുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം കാണുന്ന സിമ്പിൾ ബാർ ഡയഗ്രാം, ഒരു വേരിയബിൾ ഒക്കെ വരുമ്പോൾ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ സബ് ഡിവൈഡഡ് കാണാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് 3 മാസത്തെ കുട്ടികളുടെ ആ ഒരു റിസൾട്ട് അറിയണം പല സബ്ജക്റ്റില്, കൊമേഴ്സ്, സയൻസ്, ഹ്യൂമാനിറ്റീസ്. 3 വർഷം എടുത്തോളൂ. അപ്പൊ വർഷം ഒരു സൈഡിലുണ്ടാവും, കുട്ടികളുടെ മാർക്ക് ഒരു സൈഡിലുണ്ടാവും. അപ്പൊ ഓരോ വർഷത്തെയും നിങ്ങൾക്ക് അതിൽ എന്ത് ചെയ്യാം, കൊമേഴ്സിന്റെ ഇപ്പൊ 2020 താഴെ ലൈറ്റ് കളർ കൊടുത്തു, 2020 കൊമേഴ്സ്, 2020 ഹ്യൂമാനിറ്റീസ്, 2020 സയൻസ്, അടുത്ത 2020 സയൻസ്. ഇങ്ങനെ ഓരോന്നും ഒരേ ഇതിൽ തന്നെ നമ്മൾ കൊടുക്കണം. 3 കണ്ടീഷനും ഒരേ ഇതിൽ നോക്കാം. ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ ഇതേ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ഈ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. പൈ ഡയഗ്രാം നമ്മൾ 360 ഡിഗ്രി വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് എത്ര പെർസെന്റേജ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് വരയ്ക്കുന്നതാണ് പൈ ഡയഗ്രാം. ഇവിടെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ പണ്ടത്തെ പോലെ നമ്മൾ മാനുവലി കാൽക്കുലേറ്റ് ചെയ്യൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് എക്സലിൽ ഡാറ്റ എൻ്റർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഓൾമോസ്റ്റ് ഡയഗ്രാംസും അതേപോലെ ഗ്രാഫും ഒക്കെ കിട്ടും. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ പിന്നെ സോഫ്റ്റ്വെയർസ് ഉണ്ട്, നമുക്ക് ഇന്ന് ഡാറ്റ എൻ്റർ ചെയ്ത് കൊടുത്ത് ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഡയഗ്രാംസും ഈ പറഞ്ഞ എന്താ പറയാ ഗ്രാഫും എല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പണ്ടത്തെ പോലെ മാനുവലി വരയ്ക്കേണ്ട കാര്യമൊന്നും ഇപ്പില്ല. അത് വലിയൊരു ഭാഗ്യമാണ് സ്റ്റാറ്റിലോട്ട് പോവാണെങ്കിലും. ഇത്രയും കാര്യങ്ങൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റ ആണ്. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിക്കിലെ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയാണ് ഇത്രയും പറഞ്ഞ. സമ്മറൈസേഷനിൽ വരുന്നത് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടി കണ്ടുപിടിച്ച് ടോട്ടൽ വെച്ച് ഡിവൈഡ് ചെയ്യുക, ആവറേജ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഞാനിവിടെ 7 നമ്പർ എടുത്തിരിക്കുന്നത്. അപ്പൊ 7 നമ്പറും കൂടി ആഡ് ചെയ്തു ബൈ 7, അതാണ് മീൻ വാല്യൂ. മീഡിയം പറഞ്ഞാൽ ഏകദേശം സെന്ററിൽ വരുന്ന വാല്യൂ മീഡിയൻ വാല്യൂ. മോഡ് എന്ന് പറഞ്ഞാൽ ഏത് നമ്പർ ആണോ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തത് അതാണ് മോഡ്. ഇത് എഴുതുമ്പോൾ അസെൻഡിങ് ഓർഡറിൽ എഴുതുക കേട്ടോ. ചെയ്യാൻ കറക്റ്റ് സെന്റർ കണ്ടുപിടിക്കുന്ന അസെൻഡിങ് ഓർഡറിൽ എഴുതേണ്ടി വരും. ആ രീതിയിലാണ് കണ്ടുപിടിക്കുക. പിന്നെ മീഡിയൻ വേറെ രീതിയിലും കണ്ടുപിടിക്കും, പല പല കണ്ടീഷൻസിൽ വ്യത്യാസമുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ എടുത്ത് കാണിക്കാനും ഡെഫിനിഷൻ കൊടുക്കാനേ ഉള്ളൂ. അപ്പൊ അത് മാത്രം പഠിച്ചു വെക്കാം. മെഷേഴ്സ് ഓഫ് വേരിയേഷൻ പല രീതിയിലുണ്ട്. റേഞ്ച്, ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്കിപ്പോ ഒരു ഡാറ്റ സെറ്റ്, ഈ ഒരു ഡാറ്റ എടുക്കാന്ന് വിചാരിച്ചോ, 2, 2, 3, 7, 9, 13, 2 ഇതാണ് നമ്മുടെ ഡാറ്റ. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, രണ്ടും തമ്മിലുള്ള ഒരു വേരിയേഷൻ, എത്രത്തോളം ഹൈ വാല്യൂ ലോ വാല്യൂ തമ്മിലുള്ള ഒരു ഡിഫറൻസ്. ഇപ്പൊ 13 ഹൈ വാല്യൂ, ലോ വാല്യൂ എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് വാല്യൂ വരുന്നത് ഇവിടെ 2 ആണ്. അപ്പൊ 13 മൈനസ് 2 13 മൈനസ് 2 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വാല്യൂ വരുന്നത്. അതാണ് റേഞ്ച് എന്നുള്ളത്. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആവറേജ് ഡീവിയേഷനും ആണ്. അതിന് ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ആവറേജ് ഡീവിയേഷന് മറ്റൊരു പേര് മീൻ ഡീവിയേഷൻ ആണ്. മീൻ ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മീൻ വാല്യൂ കണ്ടുപിടിക്കും. ഇപ്പൊ ഇതിൽ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ 5.429. ആ വാല്യൂവിനെ നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഡാറ്റയിൽ നിന്നും മൈനസ് ചെയ്യുന്നതാണ് നമ്മുടെ മീൻ വാല്യൂ. മീൻ ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത്, അതായത് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൽ ഓരോ 2ൽ നിന്ന് മൈനസ് ചെയ്യും, 2ൽ നിന്ന് മൈനസ് ചെയ്യും, 3ൽ നിന്ന് മൈനസ് ചെയ്യും, ഓരോന്നും മൈനസ് ചെയ്യും. എന്നിട്ട് ആ കിട്ടുന്ന വാല്യൂ എടുത്തിട്ട് അതിന്റെ ആവറേജ് വീണ്ടും കണ്ടുപിടിക്കും. അതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഓരോ നമ്പറിൽ നിന്ന് ഇപ്പൊ 5 ആയിട്ട് എടുക്കുകയാണ് ഞാൻ. ഇപ്പൊ 2 മൈനസ്
5.4, 2 minus 5.42, 3 minus 5.42, 7 minus 5.42. ഇങ്ങനെ ഓരോന്നിൽ നിന്നും ആ നമ്പർ കുറയ്ക്കണം, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കണം. അതാണ് മീൻ ഡീവിയേഷൻ. പ്രോബ്ലം വരില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് മനസ്സിലാവാൻ പറഞ്ഞു എന്നുള്ളൂ. അങ്ങനെ കാണുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഏകദേശം സിമിലർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ ഉണ്ട്, നിങ്ങൾ പഠിക്കണം, ടെക്സ്റ്റിൽ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്തായിരുന്നു? ഡീവിയേഷൻസിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഈ കണ്ട മീൻ ഡീനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ കണ്ടുപിടിച്ചാണ്, സ്ക്വയർ ബൈ എൻ, അത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. സിഗ്മ എക്സ് മൈനസ് വേണമെങ്കിൽ എഴുതി വെച്ചോളൂ, സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. ഇങ്ങനെയാണ് സിഗ്മ ഉദ്ദേശിക്കുന്നത്, സമ്മേഷൻ ഓഫ് എന്നാണ്. നമ്മൾ മീൻ ഡീവിയേഷന്റെ അതേ ന്യൂമറേറ്റർ ഇവിടെ വരുന്ന എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇതിനെ റൂട്ട് കണ്ടുപിടിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ ടി ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ചെയ്തിട്ടുണ്ടാവല്ലോ എസ് സ്ക്വയർ എന്നുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സമ്മറൈസേഷനിൽ വരുന്നത്. ഒരെണ്ണം കൂടി ഉണ്ട്, മെഷേഴ്സ് ഓഫ് ഷേപ്പ്. ഷേപ്പ് മെഷർ ചെയ്യാന്ന് പറയാം. നമ്മൾ പറഞ്ഞു നോർമൽ കർവാണ് കിട്ടുക എന്നുള്ളതാണ് അല്ലെ. നോർമൽ കർവ് ആയിരിക്കും നമ്മൾ പൊതുവെ പാരാമെട്രിക് ടെസ്റ്റിന് ഉപയോഗിക്കാം. നമുക്ക് എന്തെങ്കിലും വ്യത്യാസം വരുവാണെങ്കിൽ നോർമൽ കർവിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയാം. എക്സാമിന് ഡൈവേർജൻസ് യൂസ് എഴുതാതെ വന്ന ആൾക്കാരുണ്ട്, പക്ഷെ നിങ്ങൾ പഠിക്കുന്ന തന്നെയാണ് ഡൈവേർജൻസ്. ഈ സ്ക്യൂനെസിനെയും കുട്ടോസിസിനെയാണ് ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഡൈവേർജൻസ് ഫ്രം നോർമൽ കർവ്, അതാണ് നമ്മുടെ സ്ക്യൂനെസും കുട്ടോസിസും. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ സിമ്മട്രിയിൽ വരുന്ന വ്യത്യാസമാണ്. നമ്മളറിയാം സിമ്മട്രി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളിപ്പോ നോർമൽ കർവ് വരച്ചു, നിങ്ങൾ സെന്ററിലൂടെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ വളഞ്ഞുപോയി, സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആയിരിക്കും, സിമ്മട്രിക് ആയിരിക്കും, ഒരു മിറർ ഇമേജ് പോലെ കാണും. അതാണ് സ്ക്യൂനെസ്. ചിത്രത്തിലുണ്ട്, ക്ലാരിറ്റി ഇത്തിരി കുറവാണ്. അപ്പൊ അതാണ് സ്ക്യൂനെസ്. സിമ്മട്രി എന്ന് പറഞ്ഞത് അത് എത്രത്തോളം വേരി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സ്ക്യൂനെസ്. ചിലപ്പോൾ ലെഫ്റ്റിലോട്ട് ഡീവിയേറ്റ് ചെയ്യാം, ആ ചിത്രത്തിൽ കാണുന്ന പോലെ, ചിലപ്പോൾ റൈറ്റിലോട്ടും ഡിവൈറ്റ് ചെയ്യാം. ഇനി കുട്ടോസിസ് എന്ന് പറയുമ്പോഴേക്കും പീക്കാണ്, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. നോർമൽ കർവ് വരുമ്പോൾ കുട്ടോസിസ് ആണ്. കുട്ടോസിസ് എന്ന് പറയുമ്പോഴേക്കും എന്തായിരിക്കും, ഹൈറ്റ്, പീക്കഡ്നെസ് ആണ് നോക്കുന്നത്. ഇപ്പൊ നോർമൽ കർവ് ഇത്രയേ ഉള്ളൂ, ചിലത് ഇങ്ങനെ ഭയങ്കര ഹൈ പീക്കിൽ പോവും, അതിനെയാണ് നമ്മൾ ലെപ്റ്റോ കുർട്ടിക് എന്ന് പറയാ. പോസിറ്റീവ് കുട്ടോസിസ് എന്ന് പറയും. ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോവും, ഇതിനെയാണ് മീസോ കുർട്ടിക് അഥവാ പ്ലാറ്റി കുർട്ടിക് അഥവാ നെഗറ്റീവ് കുട്ടോസിസ് എന്ന് പറയാം. നോർമൽ കർവിന്റെ മറ്റൊരു പേരാണ് മീസോ കുർട്ടിക്. അപ്പൊ ലെപ്റ്റോ, മീസോ, പ്ലാറ്റി. ലെപ്റ്റോ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് കുട്ടോസിസ്, ഹൈ പീക്കഡ്നെസ് ആയിരിക്കും. മീസോ എന്ന് പറഞ്ഞാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇനി നെഗറ്റീവ് കുട്ടോസിസ് എന്ന് പറയുമ്പോഴേക്കും പ്ലാറ്റി കുർട്ടിക്. സ്ക്യൂനെസ് രണ്ട് രീതിയിൽ, ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും. ഇങ്ങനെ ഒരു ടെയിൽ ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഡാറ്റാസ് കിട്ടില്ലല്ലോ. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ പറഞ്ഞ പോലെ നമുക്ക് കൃത്യമായിട്ട് ഡാറ്റാസ് സമ്മറൈസ് ചെയ്യാൻ പറ്റും, അത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഇന്റർപ്രറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. ഓരോന്നും നമ്മളെ പാറ്റേൺസ്, ട്രെൻഡ്, റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ നമുക്ക് പറ്റും. നമുക്ക് എളുപ്പമാണ് അല്ലെ. നമ്മൾ ഈ കുറേ നിങ്ങളുടെ മുന്നിൽ കുറേ ടേബിള്, കുറേ നമ്പേഴ്സ് ഇങ്ങനെ കൊണ്ടുവയ്ക്കുന്നേക്കാളും എളുപ്പത്തില് ചാർട്ടുകളും ഗ്രാഫുകളും ആകുമ്പോൾ എളുപ്പമാണ്. അല്ലെങ്കിൽ രണ്ട് ടേബിള് തമ്മിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. കുറേ നമ്പേഴ്സ് അവിടെ കിടക്കുന്നേക്കാളും, സ്കാറ്റേർഡ് ആയിട്ടുള്ള നമ്പേഴ്സിനേക്കാളും എളുപ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെയുള്ള ചാർട്ടുകളും ഗ്രാഫുകളും ടേബിളുകളുമാണ്. ഇതൊക്കെ ഗുണമാണെങ്കിലും ദോഷം എന്താന്ന് വെച്ചാൽ നമുക്ക് എല്ലായിടത്തും ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഈ സ്കൂളിലെ പഠന നിലവാരം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പാലക്കാടിലെ എല്ലാ സ്കൂളിലും ഇതേ പഠന നിലവാരമാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്റെ നാട്ടില് പാലക്കാടിലെ ഈ താലൂക്കിലുള്ള സ്കൂളുകളുടെ പഠന നിലവാരം എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. അല്ലാതെ പഠനം മൊത്തം ഇങ്ങനെയാണെന്ന് എനിക്ക് ഒരിക്കലും ജനറലൈസ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. പിന്നത്തെ കാര്യം എന്ന് വരുന്നത് കുറെ കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യത്തെ, ഭയങ്കര വലിയ ഡാറ്റാസ് ഒക്കെ വന്നാൽ നമുക്ക് ഈ സിംപ്ലിഫൈ ചെയ്യാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ട്. ഇന്ത്യയുടെ മൊത്തം കണക്കുകൾ എടുത്തു നമുക്ക് വലിയൊരു ഡാറ്റാ സെറ്റ് ആണ്. ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളുടെ പഠന നിലവാരം നിങ്ങൾ അനലൈസ് ചെയ്യാണ്. അപ്പൊ അത് ഭയങ്കര കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോ ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ തന്നെ ഇന്റർപ്രിട്ടേഷൻ പ്രോപ്പർ ആവില്ല, തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്.
അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരും. അതുപോലെ വേരിയബിലിറ്റീസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഡാറ്റാസ് വേരി ചെയ്യാനുള്ള സാധ്യത. ഇപ്പൊ ഈ വർഷം ഇങ്ങനെയാന്ന് വെച്ചാൽ അടുത്ത വർഷം ഇങ്ങനെയാവണമെന്നില്ല. ഇവൻ നെക്സ്റ്റ് വീക്ക് തന്നെ ചിലപ്പോൾ മാറ്റങ്ങൾ വരാം അല്ലെ. ചില കാര്യങ്ങൾ, ചില വേരിയബിൾസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവാം. അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരിക്കലും അതിന്റെ ഒരു വാലിഡിറ്റി ഉറപ്പിച്ച് പറയാനായിട്ട് പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. ഇനി ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ്, ഇത് നിങ്ങൾക്ക് റിസർച്ചിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്നൊക്കെ പറയുമ്പോഴേക്കും എന്താണ്, ആദ്യം നൾ ഹൈപ്പോത്തിസിസ് വേണം, പിന്നെ ആൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് വേണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏത് ടെസ്റ്റ് വേണം തീരുമാനിക്കുന്നു അല്ലെ. ഞാനിപ്പോ ഈ പറഞ്ഞ പാരാമെട്രിക് വേണോ നോൺ പാരാമെട്രിക് വേണോ തീരുമാനിക്കുന്നു. നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിന് മുന്നേ തീരുമാനിച്ചിട്ടാട്ടോ തുടങ്ങുക. അത് നമ്മുടെ റിസർച്ചിന്റെ വേരിയബിൾ വെച്ച് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോ നിങ്ങൾ സെക്കൻഡ് ഇയർ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാവും. ഇപ്പൊ എന്റെ ഒരു വേരിയബിൾ വന്നത് നെഗറ്റീവ് തോട്ട്സും സ്ലീപ്പ് ക്വാളിറ്റിയും അതേപോലെ തന്നെ സെൽഫ് എസ്റ്റീമും മൂന്നും തമ്മിലുള്ള റിലേഷൻ ആണ്. അപ്പൊ 3 വേരിയബിൾ വന്നു. അപ്പൊ തന്നെ 3 വേരിയബിൾ കമ്പയർ ചെയ്യാന്ന് പറയുമ്പോൾ ഏതായിരിക്കും, നമുക്ക് അവിടെ ഈ പറഞ്ഞ പോലെ അനോവ വേണ്ടി വരും. അല്ലെങ്കിൽ 2 വേരിയബിൾ ഒന്നിന്റെ മേലുള്ള എഫക്ട് നോക്കുക എന്ന് പറയുമ്പോൾ ടി ടെസ്റ്റ് വേണ്ടി വരും. ആ രീതിയിൽ നമ്മൾ തീരുമാനിക്കും. ഓക്കെ, പറഞ്ഞെന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഏത് ടെസ്റ്റ് വേണം തീരുമാനിച്ചു. അടുത്ത ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ടെസ്റ്റ് ചെയ്യുക. ഡിഗ്രീസ് ഓഫ് ഫ്രീഡത്തിന് ഇക്വേഷൻ എന്താ, n-1. നമ്മുടെ ആ ഒരു ഡാറ്റ ഒറിജിനൽ വാല്യൂ നിന്ന് എത്രത്തോളം വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് വേരി ചെയ്യാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കും. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം അത് വെച്ചിട്ടാണ് നമ്മുടെ റെലവെന്റ് ആയിട്ടുള്ള ടേബിളുകൾ ഉണ്ട്. നമ്മളിപ്പോ ക്ലാസ്സിലൊന്നും ഉപയോഗിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ, കാരണം നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓൾറെഡി തരും ക്രിട്ടിക്കൽ വാല്യൂ. അപ്പൊ റെലവെന്റ് ആയിട്ടുള്ള ടേബിൾ ഉണ്ട്, നമ്മുടെ ലോഗരിതം ടേബിൾ പോലെ ടി ടേബിൾ, എഫ് ടേബിൾ, സെറ്റ് ടേബിൾ എന്നൊക്കെ പറഞ്ഞ് ചില ടേബിൾസ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഉപയോഗിച്ച് പി വാല്യൂ കണ്ടുപിടിക്കും. നമ്മുടെ കാൽക്കുലേറ്റഡ് വാല്യൂവിനനുസരിച്ചുള്ള പി വാല്യൂ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ, പ്രോബബിലിറ്റി വാല്യൂ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിക്കും. ക്രിട്ടിക്കൽ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രിട്ടിക്കൽ വാല്യൂ കാൽക്കുലേറ്റഡ് വാല്യൂ അനലൈസ് ചെയ്ത് നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് തീരുമാനിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പോകുന്നത്. ഇതാണ് ഇതിന്റെ സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്. ഇനി പല ടൈപ്പ് ഓഫ് ഹൈപ്പോത്തിസിസ് ഓൾറെഡി നിങ്ങൾ റിസർച്ച് പഠിച്ചാണ്. നൾ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ നോ ഡിഫറൻസ് എന്ന് പറയുന്നതാണ്. ഓൾട്ടർനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തമ്മിൽ വേരിയേഷൻ ഉണ്ട് എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ, അല്ലെങ്കിൽ ദർ ഇസ് നോ ഇമ്പാക്ട് ഓഫ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഓൺ ദി സെൽഫ് എസ്റ്റീം ഓഫ് ദി സ്റ്റുഡൻസ്, അല്ലെങ്കിൽ അഡോളസെൻസ്. അഡോളസെൻസിന്റെ സെൽഫ് എസ്റ്റീമില് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിന് ഒരു എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞു. വേറെ ഒരു ഹൈപ്പോത്തിസിസ് ഓൾട്ടർനേറ്റ് എന്തായിരിക്കും, ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഇമ്പാക്ട് ഓൺ ദി self-esteem of adolescents. Automatic negative thoughts has a significant impact എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അപ്പൊ അത് ഓൾട്ടർനേറ്റ് ഹൈപ്പോത്തിസിസ് ആയി. ഇനി ടൈപ്പ് 1 എറർ, നൾ ഹൈപ്പോത്തിസിസ് ശരിയായിട്ടും റിജക്ട് ചെയ്യുന്നതാണ് ടൈപ്പ് 1 എറർ. നൾ ഹൈപ്പോത്തിസിസ് തെറ്റായിട്ടും അക്സെപ്റ്റ് ചെയ്യുന്നു, അത് റിജക്ട് ചെയ്യാതെ നമ്മൾ സ്വീകരിക്കുന്നതാണ് ടൈപ്പ് 2 എറർ. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രോബബിലിറ്റി വാല്യൂ ആണ്. നമ്മൾ കോമൺലി എടുക്കാറുള്ളത് 0.05ഉം 0.01 ആണ്. നമ്മളിപ്പോ എക്സാമിനൊക്കെ കൂടുതലും 0.05 തരാം. 0.05 പറഞ്ഞ എന്താ, കോൺഫിഡൻസ് ലെവലോ. ഞാൻ ചെയ്തതില് 0.05% ആണ് എറർ. അത് 95% കറക്റ്റ് ആവാനാണ് സാധ്യത. അതിന്റെ പ്രോബബിലിറ്റി അത് കറക്റ്റ് ആണ്. 0.01 എറർ വരുന്ന അവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് അവിടെ 0.0. ദ പ്രോബബിലിറ്റി ഫോർ റിജക്ടിങ് നൾ ഹൈപ്പോത്തിസിസ്, അതിനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ നമ്മുടെ ടൈപ്പ് 1 എറർ എന്നും പറയാം. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം ഓൾറെഡി പറഞ്ഞു. ടോട്ടൽ നമ്പർ -1, സാമ്പിൾ സൈസിന്റെ നമ്പർ -1 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കിട്ടും. ഇപ്പൊ 30 സാമ്പിൾ സൈസ് എങ്കിൽ 30 - 1 29 ആയിരിക്കും അവിടുത്തെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഇപ്പൊ പറഞ്ഞതാണ്, ആൽഫ എന്നാണ് പറയുക. നൾ ഹൈപ്പോത്തിസിസിനെ റിജക്ട് ചെയ്യുന്ന ആ പ്രോബബിലിറ്റി ആണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ആ 0.01 അല്ലെങ്കിൽ 0.05% എറർ വരാം എന്നാണ് പറയുന്നത്. പ്രോബബിലിറ്റി ഓഫ് റിജക്ടിങ് null hypothesis when it is actually true.
ഇത് തന്നെയാണ് ടൈപ്പ് 1 എററും. അപ്പൊ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 എറർ ആണെന്ന് ഓർത്താൽ മതി. അപ്പൊ ഡെഫിനേഷൻ കിട്ടും. പിന്നെ 0.52 ഇത് നമ്മളിപ്പോ പറഞ്ഞ അതേ കാര്യം. ഇത് എങ്ങനെയാണ് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ്. നൾ ഹൈപ്പോത്തസിസ് വേണം, ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ് വേണം. ഈ പറഞ്ഞ പോലെ ഡിസിഷൻ ക്രൈറ്റീരിയ തീരുമാനിക്കുന്നു നമ്മള്. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആൽഫ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് തീരുമാനിക്കുന്നു. ഔട്ട്കം ആയിട്ട് സാമ്പിൾസിനെ തിരഞ്ഞെടുക്കുന്നു. നമ്മുടെ ഒരു ഹൈപ്പോത്തസിസിനനുസരിച്ചുള്ള പൊട്ടൻഷ്യൽ സാമ്പിൾസിനെ എടുക്കുന്നു. ക്രിട്ടിക്കൽ റീജിയൻ കണ്ടുപിടിക്കുന്നു. നൾ ഹൈപ്പോത്തസിസ് അക്സെപ്റ്റ് ചെയ്തോ റിജക്ട് ചെയ്തോ തീരുമാനിക്കുന്നു. തീരുമാനിക്കാനുള്ള ഒരു കണ്ടീഷൻ ക്രിട്ടിക്കൽ റീജിയൻ നമ്മൾ കണ്ടുവയ്ക്കുന്നു. അതിനുശേഷം ഡാറ്റ എടുത്ത് അനലൈസ് ചെയ്യുന്നു. ഡിസിഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ. ഇത് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ കുറെ പ്രാവശ്യമൊന്നുമല്ല. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 1. ഓൾമോസ്റ്റ് അരമണിക്കൂറിന് മേലെ ബ്ലോക്ക് 1 തന്നെയായി. അത് അത്ര ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പോയത് കേട്ടോ. നമ്മളിതെല്ലാം പറഞ്ഞു. ഞാൻ ഇവിടെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ടാണ്. യൂണിറ്റ് 1 വരുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ 3 രീതിയിലാണ് കൂടുതലായിട്ടും ചോദ്യം വരിക. പാരാമെട്രിക്, നോൺ പാരാമെട്രിക്, അതിന്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. യൂണിറ്റ് 2 മെയിൻ ആയിട്ടും വരുന്നത് ഗ്രാഫിക്കൽ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ, രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഈ ഡിഫറൻസ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫുള്ള് എഴുതേണ്ടി വരും കേട്ടോ, 10 മാർക്കിനല്ലേ. എല്ലാം ഒന്ന് ഷോർട്ടാക്കി എഴുതുക. വലിയൊരു ചാപ്റ്റർ ആണ്, സമ്മറൈസ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ ടെൻഡൻസി, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. മേജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് ഫോർ ഓർഗനൈസിങ് ഡാറ്റ എന്ന് പറഞ്ഞു. അത് നമ്മൾ എഴുതണം. ഏതൊക്കെയായിരുന്നു ഓർഗനൈസിങ് ഡാറ്റയിൽ മെയിൻ ആയിട്ടും വരുന്നത്? നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള ടാബുലേഷൻ, ക്ലാസിഫിക്കേഷൻ, ഗ്രാഫ് ആൻഡ് ഡയഗ്രാം, അതാണ് ഉദ്ദേശിക്കുന്നത്. 4 മേജർ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക് എന്ന് പറഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ, ടാബുലേഷൻ, ഗ്രാഫ് ആൻഡ് ഡയഗ്രാം, ഇതാണ് ഓർഗനൈസിങ് ഡാറ്റയിൽ വരുന്ന. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ്. പിന്നെ ടൈപ്പ് 1 ടൈപ്പ് 2 എറർ തേർഡ് ചാപ്റ്ററിന് അത് മാത്രമേ വരാറുള്ളൂ കേട്ടോ, കൂടുതലും 3 മാർക്കിന്. പിന്നെ 4th ചാപ്റ്ററിന് വരാറുള്ള ഇതാണ് സ്റ്റെപ്സ്. ഇനി വരുന്ന ബ്ലോക്ക് 2 ആണ്. ബ്ലോക്ക് 2 വരുമ്പോഴേക്കും പ്രോബ്ലംസ് ആയി. ഞാൻ ജസ്റ്റ് പ്രോബ്ലത്തിന്റെ സ്ലൈഡ് എടുക്കാം. ഒരു മിനിറ്റ് കേട്ടോ. തിയറി പറഞ്ഞിട്ട് അത് പറയാം. കോറിലേഷൻ ആൻഡ് ഇറ്റ്സ് ടൈപ്സ്. ഈ സ്ലൈഡ് ഞാൻ ഷെയർ ചെയ്യില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. ബിക്കോസ് ഞാനത് പല ക്ലാസ്സുകളിൽ കൊടുക്കുന്ന സ്ലൈഡാണ്. സോ എനിക്ക് അവിടെ ഇഷ്യൂ ആവും. അപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 വേരിയബിൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അസോസിയേഷൻ, അതിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ ഒരിക്കലും കോസ് പറയാൻ വേണ്ടിയിട്ടല്ല, രണ്ടും തമ്മിൽ റിലേഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, വീക്ക് ആണോ സ്ട്രോങ് ആണോ എന്നുള്ള രീതിയിലായിരിക്കും. അതായത് ഡയറക്ഷൻ പറയും, പോസിറ്റീവ് ഡയറക്ഷൻ ആണോ നെഗറ്റീവ് ഡയറക്ഷൻ ആണോ. അതേപോലെ പിന്നെ പറയുന്നത് അതിന്റെ സ്ട്രെങ്ത് ആണ്, സ്ട്രോങ്, വീക്ക്, മോഡറേറ്റ്, ആ രീതിയിൽ പറയുന്നതാണ് വരുന്നത്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ കോറിലേഷൻ ഉപയോഗിക്കുക. കോറിലേഷൻ നമ്മൾ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ഇതുപോലെ സ്കാറ്റർ പ്ലോട്ടുകളായിട്ടായിരിക്കും. ജസ്റ്റ് ഡോട്ട്സ് ആയിട്ട് മാത്രമേ നമ്മൾ റെപ്രസെന്റ് ചെയ്യുള്ളൂ. അല്ലാതെ നമ്മൾ ലൈൻസോ ഗ്രാഫ് അങ്ങനെയുള്ള രീതിയിലൊന്നും വരയ്ക്കില്ല. മെയിൻ ആയിട്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഡോട്ട്സ് ആയിട്ട് സ്കാറ്റർ പ്ലോട്ടുകളാണ് കൂടുതലായിട്ടും വരയ്ക്കുക. പല ടൈപ്പ് ഓഫ് കോറിലേഷൻ ഉണ്ട്, ഓൾറെഡി പറഞ്ഞു. പോസിറ്റീവ്, നെഗറ്റീവ് എന്നാണ്. പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റേതും ഇൻക്രീസ് ചെയ്യുന്നു അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഡ്യൂക്കേഷൻ കൂടുന്നു, നിങ്ങളുടെ ഇൻകം കൂടുന്നു. അല്ലെങ്കിൽ ഇന്റലിജൻസ് കൂടുന്നു, അക്കാദമിക് പെർഫോമൻസ് കൂടുന്നു. ഇതൊക്കെയാണ് കോറിലേഷൻ എക്സാമ്പിൾ. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയാണ്. ഫോർ എക്സാമ്പിൾ ഇതൊരു നെഗറ്റീവ് കോറിലേഷന്റെ സ്കാറ്റർ പ്ലോട്ട് ആണ്. എന്ത് സംഭവിക്കുന്നു? നിങ്ങളുടെ സ്ട്രെസ് കൂടുന്നു, വർക്ക് പെർഫോമൻസ് കുറയുന്നു. അല്ലെങ്കിൽ സ്ട്രെസ് കൂടുന്നു, അക്കാദമിക് പെർഫോമൻസ് കൂടുന്നു. അപ്പൊ ഒരു വേരിയബിൾ കൂടുമ്പോൾ മറ്റേത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകുന്നതാണ് നെഗറ്റീവ് കോറിലേഷൻ. 2 വേരിയബിളും ഒരേ ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ് കോറിലേഷൻ, 2 വേരിയബിളും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്നുള്ളതാണ്
ഇനി രണ്ടും തമ്മിലൊരു ബന്ധമില്ലെങ്കിൽ നമ്മൾ നോ കോറിലേഷൻ എന്ന് പറയും. അപ്പൊ ഞാൻ പറയണ ഹൈറ്റും ഇന്റലിജൻസും തമ്മിൽ ബന്ധമുണ്ട്. എനിക്ക് ഒരിക്കലും ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറ്റില്ല. ഒരു അവിടെ ഇവിടെ സ്കാറ്റർ ആയിട്ടോ ഒരു ബന്ധമില്ലാത്ത ഒരു ഗ്രാഫ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അതിന്റെ അർത്ഥം അവ തമ്മിൽ കോറിലേഷൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഈ കോറിലേഷൻ സ്ട്രോങ് ആവാം, വീക്ക് ആവാം, അല്ലെ, ചിലപ്പോ മോഡറേറ്റ് ആവാം, പല രീതിയിൽ വരാം. കോറിലേഷന്റെ വാല്യൂ എപ്പോഴും വരുന്ന എങ്ങനെയാണെന്നറിയോ? -1ന്റെയും +1ന്റെയും ഇടയിലാണ് കോറിലേഷന്റെ വാല്യൂ വരുന്നത്. -1 to +1 ആ റേഞ്ചിലായിരിക്കും കോറിലേഷൻ വരിക. അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഏത് കോറിലേഷൻ ടെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് 1ന് മേലെ വാല്യൂ പോവില്ല. സ്പിയർമാൻ റോ കോറിലേഷൻ, പിയേഴ്സൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ, പിന്നെ വരുന്നത് ഏതായിരുന്നു? കെൻഡാസ്റ്റോ റാങ്ക് ഓർഡർ കോറിലേഷൻ. ഇതിൽ ഏത് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ഇല്ല, 1ന് മേലെ വാല്യൂ പോവില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ തെറ്റിയെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. -1 to +1 ആ റേഞ്ചിൽ മാത്രമേ കോറിലേഷന്റെ വാല്യൂ വരുള്ളൂ. 0 to -1 ആണെങ്കിൽ നെഗറ്റീവ് കോറിലേഷൻ എന്ന് നിങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതണം. 0 to +1 ആണെങ്കിൽ ദ ഡാറ്റ സെറ്റ് ഹാസ് പോസിറ്റീവ് കോറിലേഷൻ എഴുതാം. ഇനി 0 ആണെങ്കിൽ നോ കോറിലേഷൻ എഴുതാം. അത്രയും കാര്യങ്ങൾ എഴുതാം. പിന്നെ ഒരു 5ന് മേലെ ഒരു 5ന് മേലെയൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സ്ട്രോങ് കോറിലേഷൻ എന്ന് പറയും. അതിന് താഴോട്ട് വരുമ്പോഴേക്കും വീക്ക് കോറിലേഷൻ. ഇപ്പൊ 0.5 എന്നൊക്കെ രീതിയിൽ വരുവാണെങ്കിൽ സ്ട്രോങ് കോറിലേഷൻ പറയാം. 0.8, 0.96 എന്നൊക്കെ വരുവാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് കോറിലേഷൻ ആണ്. ഇനി കറക്റ്റ് 1 കിട്ടുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? പെർഫെക്റ്റ് കോറിലേഷൻ എന്ന് പറയും. കറക്റ്റ് 1 ആണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ പെർഫെക്റ്റ് കോറിലേഷൻ. നെഗറ്റീവ് ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയും. ജസ്റ്റ് ഗ്രാഫ് എടുത്താണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് കോറിലേഷനിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ബേസിക് ടൈപ്സ് ഓഫ് കോറിലേഷൻ. പിന്നെ കോറിലേഷനിൽ വരാറുള്ളത് ബിസീരിയല്, മൾട്ടിപ്പിള്, ടെട്രാക്കോറിക് കോറിലേഷൻ. ഈ പറഞ്ഞ പോലെ 3 മാർക്ക് സെക്ഷനിലൊക്കെ വരാറുള്ള ഒരു ചോദ്യമാണ്. ഞാൻ ജസ്റ്റ് പറയാം. ബിസീരിയൽ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ വേരിയബിൾ അറിയോ എന്ന് എനിക്കറിയില്ല, പല രീതിയിലുണ്ട്, കുറെ ടൈപ്പ് ഉണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് കോറിലേഷൻ പറഞ്ഞാൽ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. പോസിറ്റീവ് നെഗറ്റീവ് മാത്രമല്ല, ഇതും എഴുതണം. പോയിന്റ് ബിസീരിയല്, ടെട്രാക്കോറിക് ഇതൊക്കെ എഴുതണം. പോയിന്റ് ബിസീരിയൽ എന്ന് പറഞ്ഞാൽ ഡൈക്കോട്ടോമസ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിളും തമ്മിലുള്ള റിലേഷൻ ആണ് പോയിന്റ് ബിസീരിയൽ കോറിലേഷൻ. ഓക്കെ, പോയിന്റ് ബിസീരിയൽ പറഞ്ഞ ഒരു വേരിയബിള്, യെസ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ബാക്കിയുള്ളവർക്ക് കാണുന്നില്ലേ? ആരെങ്കിലും ചാറ്റ് ബോക്സിൽ സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ, കാണുന്നുണ്ട് കേട്ടോ. ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കൂ. താങ്ക് യു. അപ്പൊ പോയിന്റ് ബിസീരിയൽ കോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? ഡൈക്കോട്ടോമസ് വേരിയബിളും കണ്ടിന്യൂസ് വേരിയബിൾ ആണ്. ഡൈക്കോട്ടോമസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കറക്റ്റ് 2 കാറ്റഗറി ആക്കാൻ പറ്റുന്നവയാ. ഇപ്പൊ മെയിൽ ഫീമെയിൽ, ഹെഡ് ഓർ ടെയിൽ, പാസ് ഓർ ഫെയിൽ, ഹൈ ഓർ ലോ എന്ന രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതാണ് ഡൈക്കോട്ടോമസ് വേരിയബിൾ. കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിൾ വാല്യൂ ഉള്ളതിനാണ്. സ്ലൈഡ് ചേഞ്ച് ചെയ്തിട്ടില്ല, ഞാൻ ഇതിന്റെ ഒന്നും നോട്ട്സ് ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. കണ്ടിന്യൂസ് വേരിയബിൾ വരുമ്പോഴേക്കും എന്താണ്? ടൈം, വെയിറ്റ്, ഹൈറ്റ്, ഏജ് അങ്ങനെയൊക്കെയുള്ള എക്സാമ്പിൾസ് ആണ് ഇത്. അപ്പൊ ഈ 2 വേരിയബിൾസ് ഉള്ള റിസർച്ച് സ്റ്റഡീസിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? പോയിന്റ് ബിസീരിയൽ ഉപയോഗിക്കുക. ഇനി വരുന്നത് ഈ പറഞ്ഞ പോലെ ബിസീരിയൽ ആണ്. ബിസീരിയൽ എന്ന് പറയുമ്പോഴേക്കും ഒന്ന് കണ്ടിന്യൂസ് ആയിരിക്കും, രണ്ടാമത്തത് നാച്ചുറലി ഡൈക്കോട്ടോമസ് അല്ല, പക്ഷെ നമ്മൾ ഡൈക്കോട്ടോമസ് ആക്കും. എക്സാമ്പിൾ നമ്മുടെ മൂഡൊക്കെ വരുന്ന മൂഡ് വേരിയബിൾ ആയിട്ട് വരുന്ന സ്റ്റഡീസ് ഒക്കെയാണ്. ഇപ്പൊ ഡിപ്രഷൻ ശരിക്കും 2 ലെവലല്ല ഉള്ളത്. ഹൈ എടുക്കാം, മോഡറേറ്റ് എടുക്കാം, പിന്നെ എക്സ്ട്രീം എടുക്കാം, അല്ലെ? ലോ ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ മൈൽഡ് ഡിപ്രഷൻ എന്ന് പറയും നമ്മള്, മോഡറേറ്റ് എന്ന് പറയാറുണ്ട്, അതേപോലെ എക്സ്ട്രീം എന്ന് പറയാം, എക്സ്ട്രീം ക്ലിനിക്കൽ, അതേപോലെ ബോർഡർ ലൈൻ ഡിപ്രഷൻ, അങ്ങനെ കുറെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. പക്ഷെ എന്റെ റിസർച്ചിന്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഡിപ്രഷൻ, ഹൈ ഡിപ്രഷൻ അല്ലെങ്കിൽ സിവിയർ ഡിപ്രഷൻ, മൈൽഡ് ഡിപ്രഷൻ 2 കാറ്റഗറി മാത്രം എടുത്തു. ഡൈക്കോം എന്ന് പറയുമ്പോൾ തന്നെ 2 കാറ്റഗറി ആക്കുന്നതാണ്.
അപ്പൊ എന്റെ ഒരു റിസർച്ചിന്റെ എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്തു, അതിനെ കറക്റ്റ് 2 കാറ്റഗറി ആക്കി മാറ്റി. ഇൻ റിയാലിറ്റിയിൽ അതല്ല, ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, റിസർച്ചിന്റെ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ അതിനെ ആർട്ടിഫിഷ്യലി ഡൈക്കോട്ടോമസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഇപ്പൊ ഡിപ്രഷനെ ഹയർ ലോ. But depression can be measured on continuous scale, but we classified it as higher low in dichotomous scale. അപ്പൊ അതാണ് ഏതിൽ വരുന്ന ബിസീരിയയിൽ വരുന്ന. അപ്പൊ ഒരെണ്ണം കണ്ടിന്യൂസ്, ഒരെണ്ണം ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഡൈക്കോട്ടോമസ്. ടെട്രാകോറിക്കും ഇതേപോലെ തന്നെ രണ്ടും കണ്ടിന്യൂസ് ആണ് വേരിയബിൾ ഉണ്ടാവുക, പക്ഷെ രണ്ടിനെയും നമ്മൾ ഡൈക്കോട്ടോമസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു, സിമ്പിൾ ആക്കിയിട്ട് എഴുതുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനി ഈ ഡൈക്കോട്ടോമസ് ആക്കുമ്പോൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ക്രൈറ്റീരിയ കൊടുക്കണം കേട്ടോ, ഞാൻ പറയാൻ വിട്ടാണ്, ക്രൈറ്റീരിയ കൊടുക്കണം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ ഇഗ്നോക്കാർ ചെയ്യുന്ന പോലെ, ഇഗ്നോക്കാർ എന്താ പറയാ, 40% മേലെ വന്നാല് പാസ്, 40 താഴെ വന്നാല് ഫെയിൽ, അതാണ് കണ്ടീഷൻ. ശരിക്കും നിങ്ങളുടെ മാർക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, കുറെ കാറ്റഗറി ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. 10 to 20, 20 to 30, 40 to 50, അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, സിമ്പിൾ ആയിട്ട് 40% അബവ് പാസ്, 40% ബിലോ ഫെയിൽ, കൃത്യം ഒരു ക്രൈറ്റീരിയ കൊടുക്കും. ആർട്ടിഫിഷ്യലി നമ്മൾ അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ക്രൈറ്റീരിയ കൊടുക്കണം, ഇത്രയ്ക്ക് മേലെ പോയാൽ ഇങ്ങനെയാണ്, ഇത്രയ്ക്ക് താഴെ പോയാൽ എങ്ങനെയാണ്, അത് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ഇനി മൾട്ടിപ്പിൾ കോറലേഷൻ. മൾട്ടിപ്പിൾ കോറലേഷൻ പറഞ്ഞാൽ കുറെ വേരിയബിൾ ഉണ്ടെങ്കിൽ പരസ്പരം, ഇപ്പൊ ഹൈറ്റ്, ഏജ്, വെയിറ്റ് 3 എടുക്കുകയാണ്, 3 വേരിയബിൾ ഉണ്ട്. അപ്പൊ ഇത് 3 തമ്മിലുള്ള കോറലേഷൻ അറിയണം, അതാണ് മൾട്ടിപ്പിൾ കോറലേഷൻ. അപ്പൊ ഹൈറ്റും വെയിറ്റും തമ്മിലുള്ള നോക്കും, ഹൈറ്റും ഏജും തമ്മിലുള്ള നോക്കും, വെയിറ്റും ഏജും തമ്മിൽ നോക്കും, എന്നിട്ട് ഒരു ഓവറാൾ എങ്ങനെയാണ് ഇത് പരസ്പരം റിലേറ്റ് ചെയ്ത് കിടക്കുന്നത്, അതാണ് മൾട്ടിപ്പിൾ കോറലേഷൻ. ഇത്രയും ഇത് നിങ്ങൾക്ക് തിയറിയിൽ റിപ്പീറ്റ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല ഇനിയും ഉണ്ട് അതില്, പക്ഷെ തിയറിയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ്. ഇപ്പൊ കോറിലേഷനും ടൈപ്സ് ഓഫ് കോറിലേഷൻ ചോദിക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് വേണം നിങ്ങൾ എഴുതാനായിട്ട്. ഓക്കെ, ഇനി ഇതില് പ്രോബ്ലംസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് വേഗം സ്റ്റെപ്പ് പറയാം, സ്ലൈഡ് എടുക്കട്ടെ കേട്ടോ. ഞാൻ അൺടൈഡ് മാത്രമേ സ്പിയർമാൻ പറയുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ചോദ്യം തരാം, കാൽക്കുലേറ്റ് സ്പിയർമാൻ റോ ഫോർ ദി ഫോളോയിങ് ഡാറ്റ അല്ലെ. ഡാറ്റ എന്താന്ന് എക്സും വൈയും എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് 2 ടേബിൾ തരും, നിങ്ങൾക്ക് ഇതിൽ കാണണം. ഇതിൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ് സ്പിയർമാൻ റോ. അൺടൈഡ്, അൺടൈഡ് എന്ന് പറയാൻ കാരണം ചിലർക്ക് ചോദ്യത്തിൽ അറിയില്ല ഇത് അൺടൈഡ് ആണോ ടൈഡ് ആണോ എന്ന്. രണ്ടും വേറെ വേറെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുക. അൺടൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡാറ്റ എടുത്ത് നോക്കേ, ഇവിടെ ഒരു നമ്പർ പോലും റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടില്ല. 15, 14, 13, 12, 16, 17, 11 ഒരു നമ്പർ പോലും അവിടെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്പർ റിപ്പീറ്റേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അൺടൈഡ് ആണ്. ടൈഡ് എന്ന് പറഞ്ഞാൽ എന്തോ വരുന്നു, ആ ഗ്രൂപ്പിൽ നമ്പർ റിപ്പീറ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾ നോക്കുമ്പോൾ അപ്പൊ ചോദിക്കും, 2 ഗ്രൂപ്പിൽ ഒരേ നമ്പർ ഉണ്ടല്ലോ. 2 ഗ്രൂപ്പും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യണ്ട. ഈ ഗ്രൂപ്പിൽ ഇപ്പൊ 15 ഉണ്ട്, ഈ ഗ്രൂപ്പിലും 15 അല്ല. നമ്പർ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്താണ്, ടൈഡ് ആണ്. റിപ്പീറ്റ് ചെയ്തിട്ടില്ലേ, നമ്പർ റിപ്പീറ്റേഷൻ അവിടെ ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, അൺടൈഡ് എന്ന് പറയുന്നു. അപ്പൊ ഇത്രയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ചോദ്യം കാണുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ട കാര്യമാണ് അത് ടൈഡ് ആണോ അൺടൈഡ് ആണോ, അതിനനുസരിച്ച് വേണം ഇക്വേഷൻ കൊടുക്കാൻ. അൺടൈഡിന്റെ കുറച്ചും കൂടി വലിയ ഇക്വേഷൻ ആണ്, സോറി ടൈഡിന്റെ കുറച്ചും കൂടി വലിയ ഇക്വേഷൻ ആണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അത് പറയാത്ത. തീരെ പറ്റാത്തവര് ഇത് മാത്രമെങ്കിലും നോക്കിട്ട് പോവാം. എക്സ്, ആർ എക്സ്, വൈ, ആർ വൈ, ഡി, ഡി സ്ക്വയർ. ഡി മീൻസ് ഡിഫറൻസ് ഓഫ് റാങ്ക്. സ്ക്രീൻ പോയിട്ടില്ല, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കാം. ഇത് ആരാ, ക്രിസ്റ്റീന ചേച്ചിയാണോ? ഓക്കെ. അപ്പൊ എക്സ്, ആർ എക്സ്, വൈ, ആർ വൈ, ഡി, ഡി സ്ക്വയർ. ഇതില് നമ്മൾ എക്സും വൈയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം തന്നെ ആയിരിക്കും. ഓക്കെ, എക്സും വൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചോദ്യം തന്നെ ആയിരിക്കും. ആർ എക്സ്, ആർ വൈ എന്ന് പറഞ്ഞാൽ റാങ്ക് ചെയ്യുക എന്നുള്ളതാണ്. റാങ്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ വേണം ചെയ്യാൻ. കുറെ പേർക്കുള്ള ഡൗട്ട് ആയിരുന്നു ഇത്. അപ്പൊ എന്താ, ഞങ്ങൾക്ക് തിരിച്ച് ചെയ്യില്ല. ഇവിടെ നമ്മൾ
നോർമലി അസെൻഡിങ് ഓർഡറിലാണ് റാങ്ക് ചെയ്യുക. കാരണം നമ്മൾ എപ്പോഴും റാങ്ക് എന്ന് പറഞ്ഞ ഏറ്റവും വലിയ നമ്പറിന് ഫസ്റ്റ് റാങ്ക് എന്നാണ്, പക്ഷെ ഇവിടെ ഏറ്റവും ചെറിയ നമ്പറിന് ഫസ്റ്റ് റാങ്ക് എന്നാണ് കൊടുക്കുക. ഈ ഒരു 11 to 15 ഏറ്റവും ചെറിയ നമ്പർ 11 ആണ്. 11 റാങ്ക് 1, 12 റാങ്ക് 2, 13 റാങ്ക് 3 അല്ലെ. അസെൻഡിങ് ഓർഡറിൽ എഴുതുക 11, 12, 13, 14, 15 എഴുതി നിങ്ങൾ 16 to 17 വരെ. 11 1 വരും, 12 2, 13 3, 14 4, 15 5, അതായത് 6 7 ഈ രീതിയിൽ. ഇതേപോലെ വൈയും റാങ്ക് ചെയ്തു. ഡി എന്ന് പറഞ്ഞാൽ RX - RY ആണ്. RX - RY. RX - RY ആണ് എന്ത് ഡി വരുന്നത്. അപ്പൊ RX - RY രണ്ട് റാങ്കും തമ്മിൽ മൈനസ് ചെയ്യുക. 5 - 1 4, 4 - 5 -1, 3 - 2 1, 2 - 7 -5, 6 - 6 0, 7 - 3 4. ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോന്നും നമ്പർ RX നിന്ന് RY മൈനസ് ചെയ്യണം. അതിന്റെ സ്ക്വയർ ആണ് ലാസ്റ്റ് കിടക്കുന്നത്. 4 സ്ക്വയർ 16, -1 സ്ക്വയർ 1, 1, 5 സ്ക്വയർ 25 അങ്ങനെ. ഇനി ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് എഴുതുന്നതാണ് നിങ്ങളുടെ എന്ത് ഡി സ്ക്വയറിന്റെ സം വാല്യൂ എന്നുള്ളത് അല്ലെ. അപ്പോൾ ഡിയും ഡി സ്ക്വയർ ആയി. RX കാണണം, RY കാണണം, RX നിന്ന് RY കുറയ്ക്കണം, പിന്നെ അതിന്റെ സ്ക്വയർ കാണണം, ഡിയും ഡി സ്ക്വയർ. ഇക്വേഷൻ ഇങ്ങനെയാണ്. റോ ഈക്വൽ ടു 1 - 6 സിഗ്മ ഡി സ്ക്വയർ ബൈ n ഇൻറ്റു n - 1. ഇവിടെയും ആൾക്കാർ തെറ്റിക്കാറുണ്ട്. ഞാൻ ചുമ്മാ പറയേണ്ട ഇതെല്ലാം തെറ്റിക്കും പറയണെന്ന് അങ്ങനെയല്ല, സാധാരണ തെറ്റ് വരുന്ന ഭാഗങ്ങൾ പറയുന്നതാണ് കേട്ടോ. കാരണം നമ്മളിപ്പോ കുറെ പ്രാവശ്യമായിട്ട് എടുക്കുമ്പോൾ കുട്ടികളായാലും തെറ്റിച്ച് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഈ 2 വർഷം എടുത്തതിലും 6-7 ബാച്ച് എടുത്തതിലും അവിടെയൊക്കെ അവരിങ്ങനെ തെറ്റിക്കാൻ സാധ്യത കാണുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പൊ ഡി സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ചിലവർ സ്ക്വയർ ചെയ്ത് വെക്കും. ഇവിടെ നിങ്ങൾ സ്ക്വയർ ചെയ്യണ്ട. നിങ്ങൾ ഓൾറെഡി സ്ക്വയർ ചെയ്ത് കണ്ടുപിടിച്ചതാണ് 68. പിന്നെ 68 എന്തിനാണ് സ്ക്വയർ ചെയ്യണം, അതിന്റെ ആവശ്യമില്ല. അപ്പൊ 1 - 6 ഇൻറ്റു 68. പിന്നെ 68 അവിടെ സ്ക്വയർ കൊടുക്കണ്ട. 6 അവിടെ കോൺസ്റ്റന്റ് ആണ്, 1 കോൺസ്റ്റന്റ് ആണ്. ബൈ n ഇൻറ്റു n സ്ക്വയർ - 1. n എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിൽ എത്ര നമ്പർ ഉണ്ട് എന്നോ, അവിടെ 7 നമ്പർ ഉണ്ട്. 7 ഇൻറ്റു 7 സ്ക്വയർ -1. നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ ആൻസർ കിട്ടും. നോർമൽ കാൽക്കുലേറ്റർ ആയതുകൊണ്ട് ഒറ്റയടിക്ക് ഇത് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. ആദ്യം ന്യൂമറേറ്റർ ചെയ്യുക, ഡിനോമിനേറ്റർ ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്യുക. ആ സ്ക്രീനിൽ എഴുതിയ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടുക. ഇപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് -0.2 ആണ്. അതിനർത്ഥം എന്താ വരുന്നത്, നെഗറ്റീവ് വീക്ക് കോറിലേഷൻ അല്ലെങ്കിൽ വീക്ക് നെഗറ്റീവ് കോറിലേഷൻ ആണ് വരുന്നത്. കാരണം -0.2 ആകുമ്പോൾ എന്ത് വരും, വീക്ക് നെഗറ്റീവ് കോറിലേഷൻ. അത് നിങ്ങൾ എഴുതി വയ്ക്കുക. ഗിവൺ ഡാറ്റ സെറ്റ് ഹാസ് വീക്ക് നെഗറ്റീവ് കോറിലേഷൻ. ഇത്ര എഴുതിയാൽ നിങ്ങളുടെ പ്രോബ്ലം കംപ്ലീറ്റ് ആയി. അപ്പൊ ഒന്നും കൂടി പറയാം. RX കാണണം, RY കാണണം, ഡി കാണണം. ഡി എന്ന് പറഞ്ഞാൽ RX - RY, പിന്നെ ഡി സ്ക്വയർ, പിന്നെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ്. ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാസ്റ്റ് കിട്ടിയ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഓക്കെ, ഇത്രയാണ് അതിൽ വരുന്നത്. ഇനി ഇതിൽ പിയേഴ്സൺ ഉണ്ട്. പിന്നെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇല്ല, പിയേഴ്സൺ കൂടി ഉണ്ട് കേട്ടോ. പിയേഴ്സിന്റെ സ്ലൈഡും കൂടി എനിക്ക് അസൈൻമെന്റിൽ ഉണ്ടായിരുന്നു. പിയേഴ്സൺ എല്ലാവരും എഴുതി വെച്ചിട്ടുണ്ടാവും. കുറച്ച് വലിയ പ്രോബ്ലം ആണ്, പറ്റുന്നവർ പഠിക്കുക, അങ്ങനെയേ ഉള്ളൂ. ടേബിൾ എളുപ്പമാണ് കേട്ടോ, ഇക്വേഷൻ ഓർത്ത് വെക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പ്രോബ്ലംസ് ഷെയർ ചെയ്യില്ല കേട്ടോ, ബാക്കി ഷെയർ ചെയ്യും. ആദ്യം കാണിച്ച PPTയും ക്വസ്റ്റ്യൻസും ഷെയർ ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. പിയേഴ്സ് എന്ന് പറയുമ്പോഴേക്കും എന്താണ്, പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷൻ വരുമ്പോഴേക്കും എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, XY. ഇതാണ് നമ്മുടെ ടേബിൾ വരിക. ഇതാണ് നിങ്ങളുടെ എക്സ്, ഇത് വൈ. നിങ്ങൾ എന്ത് ചെയ്യണം, എക്സ് സ്ക്വയർ ആണ് അടുത്ത ടേബിൾ. 2 പറയുമ്പോൾ 2 സ്ക്വയർ, 4 സ്ക്വയർ, 5 സ്ക്വയർ, 6 സ്ക്വയർ. 2 സ്ക്വയർ 4, 4 സ്ക്വയർ 16, 5 സ്ക്വയർ 25 അങ്ങനെ വന്നു. അതേപോലെ വൈ സ്ക്വയറും വന്നു.
ലാസ്റ്റ് ടേബിൾ എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇതാണ് നിങ്ങളുടെ വരുന്നത്. എക്സ് എഴുതി, എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ, എക്സ് വൈ, എക്സ്, എക്സ് സ്ക്വയർ, വൈ, വൈ സ്ക്വയർ, എക്സ് വൈ, ഈ രീതിയിലാണ് പോകുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ടേബിളിന്റെ താഴെയും സമ്മ് കണ്ടുപിടിക്കണം. സ്പിയർമാൻ റോയിലോട്ട് വരുമ്പോഴേക്കും നമ്മൾ ഒരു കോളത്തിൽ മാത്രമാണ് സമ്മ് കണ്ടുപിടിച്ചത്. ഇവിടെ അങ്ങനെയില്ല, എല്ലാ കോളത്തിലും നിങ്ങൾ സമ്മ് കണ്ടുപിടിക്കണം. ഇനി ഇതിൽ വരുമ്പോഴേക്കും നമ്മുടെ വലിയ ഇക്വേഷൻ ആണ്, ഇതാണ് ഇക്വേഷൻ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സിഗ്മ എക്സ് വൈ ലാസ്റ്റ് കോളം, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ലാസ്റ്റ് കോളത്തിലെ വാല്യൂ ആണെന്ന് ഓർക്കുക. 293 മൈനസ് എക്സ്, സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ സമ്മ്, സിഗ്മ വൈ എന്ന് പറഞ്ഞാൽ വൈയുടെ സമ്മ്. അപ്പൊ 36 ഇൻറ്റു 60. നിങ്ങൾക്ക് കിട്ടിയ ചോദ്യത്തിന്റെ വാല്യൂസ് ആഡ് ചെയ്യാം. അതിൽ 36 ഇൻറ്റു 60 ബൈ നമ്പർ ഓഫ് ടേംസ്. നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? n. 36 സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്, സ്മോൾ ലെറ്റർ n. സ്മോൾ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പിലെ നമ്പർ. അപ്പൊ ഇവിടെ 6 ആണ്, 6. അതാണ് ന്യൂമറേറ്റർ. ഇത് കുഴപ്പമില്ല. ഇനി ശ്രദ്ധിക്കേണ്ടത് താഴെ 2 എക്സ് സ്ക്വയർ വരുന്നുണ്ട്, അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്ക്വയർ ചെയ്തതാണ്. നിങ്ങൾ ആലോചിക്കുക, സെക്കൻഡ് കോളം എന്ന് ആലോചിക്കുക. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഓൾറെഡി സ്ക്വയർ ചെയ്തത്. വൈ സ്ക്വയർ വരുമ്പോൾ ഫോർത്ത് കോളം, ഓൾറെഡി സ്ക്വയർ ചെയ്ത് വെച്ച കോളത്തിലെ വാല്യൂ ആണ് അവിടെ എടുക്കേണ്ടത്. അപ്പൊ 266. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാല് എക്സിന്റെ സ്ക്വയർ, അപ്പൊ 36 സ്ക്വയർ. ഏത് കോളാന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ 266 മൈനസ് 36 സ്ക്വയർ ബൈ 706 ആണ്. ആ ഗൈഡ് തെറ്റാണ് കേട്ടോ, 706 വരാം. ഞാൻ ആ ഒരു ഭാഗം ഇങ്ങനെ ക്രോപ്പ് ചെയ്തിട്ടാണ്. 706 മൈനസ് 60 സ്ക്വയർ ബൈ 6. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ സ്ക്വയർ ചെയ്ത വാല്യൂ, സിഗ്മ വൈ സ്ക്വയർ പറഞ്ഞാലും സ്ക്വയർ ചെയ്ത് വെച്ചിട്ടുള്ള ടേബിളിന്റെ വാല്യൂ, അതായത് എക്സ് സ്ക്വയറിന്റെയും വാല്യൂസ് ആണ് എടുക്കേണ്ടത്. സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലെങ്കിൽ സിഗ്മ വൈ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ സം എന്താണോ അതിന്റെ സ്ക്വയർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇത് മാത്രം നിങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 2 വരുന്ന പ്രോബ്ലം, പിയേഴ്സൺ പ്രോഡക്റ്റ് മൊമെന്റ് കോറിലേഷനും സ്പിയർമാൻ റോയും. ഇനി തേർഡ് ബ്ലോക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം അതിലാണ് നമ്മുടെ അനോവ കിടക്കുന്നതും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കിടക്കുന്നതും. രണ്ടും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്താണ്? ഭയങ്കര സിമെട്രിക്കൽ ആണ്. സിമെട്രിക്കൽ ആയിട്ടുള്ള ബെൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്രാഫാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. ഇതേപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് വരുമ്പോഴേക്കും എന്താണ്? കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കുക. നമുക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആണ് ഇവിടെ വരിക. ഈ പറഞ്ഞ പോലെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരാം. നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഡാറ്റയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ്, നമ്മുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്, ഏജ്, ഇന്റലിജൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. ഇതിന്റെ വാല്യൂസ് എപ്പോഴും നമുക്ക് ക്ലസ്റ്റർ ആയിട്ടായിരിക്കും, സെന്ററിലായിരിക്കും കാണാം. ആ ഒരു ഗ്രാഫിന്റെ സെന്റർ അതുകൊണ്ടാണ് പീക്ക് ആയിട്ട്, കാരണം അവിടെ ആയിരിക്കും വാല്യൂസ് എല്ലാം കൂടെ ക്ലസ്റ്റർ ചെയ്ത് കിടക്കുന്നത്. പിന്നെ നോർമൽ കർവിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നോർമൽ കർവില് മീൻ, മീഡിയൻ, മോഡ് ഈക്വൽ ആയിരിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. പിന്നെ ഇത് യൂണി മോഡലാണ്. യൂണി മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ പീക്കേ ഉള്ളൂ. നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, നമ്മൾ ഗ്രാഫ് നേരത്തെ വരച്ച സമയത്ത് ഒരു പീക്ക് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ 2 or 3 പീക്കൊന്നും ഇല്ല.
ഇങ്ങനെയൊന്നും പോവില്ല, നമുക്ക് ഒറ്റ പീക്ക് മാത്രമേ വരുന്നുള്ളൂ. അതാണ് യൂണി മോഡൽ ആണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ടോട്ടൽ ഏരിയ 1 ആയിട്ടാണ് അല്ലെങ്കിൽ 100% എന്നുള്ള രീതിയിലാണ് നമ്മൾ കണക്കാക്കി വെക്കാറുള്ളത്. പിന്നെന്താണ്, ഇതിന് വേറെയും പേരുകളുണ്ട്. ഈ പറഞ്ഞ പോലെ പ്രോബബിലിറ്റി കർവ് അല്ലെങ്കിൽ ബെൽ ഷേപ്പ്ഡ് കർവ് എന്നൊക്കെയുള്ള പേരുകളുണ്ട്. വരുമ്പോഴേക്കും ഏകദേശം അത്ര നിങ്ങൾ ഉണ്ടാവും. നോർമൽ കർവ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമെട്രിക് ആയിരിക്കും. സെൻട്രൽ നിങ്ങൾ ഒരു വര വരച്ചാൽ രണ്ട് സൈഡും ഒരേപോലെ മിറർ ഇമേജ് പോലെ. അപ്പൊ സിമെട്രിക്കൽ ആണ്, യൂണിമോഡൽ ആണ്, കണ്ടിന്യൂസ് ആണ്, ബെൽ ഷേപ്പ്ഡ് ഗ്രാഫ് ആണ്. പിന്നെ വരുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ മീൻ മീഡിയം മോഡൊക്കെ ഈക്വൽ ആണ്. പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. ഇനി ടെക്സ്റ്റ് ഇല്ലാത്ത പേരാണെന്ന് തോന്നുന്നു, ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ടെക്സ്റ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്നൊരു പേരും കൂടി ഉണ്ട്. ഇത്രയാണ് നിങ്ങൾ അതിന്റെ ഒരു പ്രത്യേകത ഓർത്ത് വെക്കേണ്ടത്. ഏരിയ അണ്ടർ ദ കർവ് 1 അല്ലെങ്കിൽ 100% എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ എടുക്കുക. പിന്നെ ഒരു പ്രത്യേകത അസിംപ്ടോട്ടിക് ആയിരിക്കും കേട്ടോ. അസിംപ്ടോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ് ആക്സിസ് ടച്ച് ചെയ്യാത്തതിനെയാണ് എന്ത് പറയുന്നത്, അസിംപ്ടോട്ടിക് കർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കും അതിന്റെയൊക്കെ പ്രത്യേകത നടക്കുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഡൈവേർജൻസ് ആണ്. ഡൈവേർജൻസിൽ രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്, സ്ക്യൂനെസ്സും കുർട്ടോസിസും. സ്ക്യൂനെസ് രണ്ട് രീതിയിലുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അസിമെട്രി ഓഫ് ഡിസ്ട്രിബ്യൂഷനെയാണ് സ്ക്യൂനെസ് എന്ന് പറയാം. ലോങ് ടെയിൽ ഉണ്ടാവും, ഒരു സൈഡിലോട്ട് മാത്രമായിട്ട് ഉണ്ടാവും. റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ അതിനെ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നും ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്നും പറയുന്നു. റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയും. ഓപ്പോസിറ്റ് സൈഡിലോട്ടാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ സ്ക്യൂനെസ് വാല്യൂ എത്രയായിരിക്കും? എപ്പോഴും 0 ആയിരിക്കും. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട് കേട്ടോ, നിങ്ങൾ ടെക്സ്റ്റിൽ ഉണ്ടാവും. സീറോയുടെ കാണണം, മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് സ്ക്യൂനെസ് എന്നും, സീറോയുടെ താഴെ നെഗറ്റീവ്സ് വരികയാണെങ്കിൽ നെഗറ്റീവ് സ്ക്യൂനെസ് എന്നും പറയാം. ഇനി അങ്ങനെ അല്ലാതെ നമുക്ക് സ്ക്യൂനെസ് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കിട്ടിയ മീൻ വാല്യൂ അതിൽ മീഡിയൻ വാല്യൂനേക്കാൾ ഗ്രേറ്റ് ആണെങ്കിൽ, വലുതാണെങ്കിൽ, മീൻ വാല്യൂ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, മ്യൂ ഗ്രേറ്റർ ദാൻ എം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് പോസിറ്റീവ് സ്ക്യൂനെസ് എന്ന് പറയാം. മ്യൂ ലെസ് ദാൻ എം, മീഡിയൻ എന്നല്ല, മീഡിയൻ ആണ്. മീൻ വാല്യൂ സ്മോളർ ദാൻ മീഡിയൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, നെഗറ്റീവ് സ്ക്യൂനെസ് ആണ് പറയാൻ പറ്റും. പിന്നെ കുർട്ടോസിസ് ആണ് വരുന്നത്. ചിത്രം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എല്ലാത്തിന്റെയും എന്താ വരുന്നത്, പീക്ക് വരുന്നുണ്ടാവും, ലെപ്റ്റോകുർട്ടിക്, പിന്നെ കുറച്ചും കൂടെ നോർമൽ കർവ് അഥവാ മീസോകുർട്ടിക്, പിന്നെ വരുന്നത് ഫ്ലാറ്റായി കിടക്കുന്ന പ്ലാറ്റി. ഈ രീതിയിലാണ് എങ്ങനെയാണ് ഡാറ്റ ക്ലസ്റ്റേഴ്സ് ആ ഒരു മീൻ വാല്യൂവിന് അടുത്ത് വരുന്നത് എന്നുള്ളതാണ്. എത്രത്തോളം ആ ഒരു പീക്ക് ഷാർപ്പാണ്, ടോളാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന കുർട്ടോസിസ് ആണ്. ഇനി അത് ഭയങ്കര ഹൈറ്റിൽ വരുന്നുണ്ട്, ഭയങ്കര ഷാർപ്പ് പീക്ക് ആണെങ്കിൽ നമ്മൾ അത് പോസിറ്റീവ് കുർട്ടോസിസ് എന്ന് പറയും. ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടാണെങ്കിൽ അതിനെ ഫ്ലാറ്റി കുർട്ടോസിസ് എന്ന് പറയും. നോർമൽ കർവിന് സ്റ്റാൻഡേർഡ് ഡിസ്ട്രിബ്യൂഷന് കുർട്ടോസിസ് വാല്യൂ എപ്പോഴും 3 ആയിരിക്കും. ഇതാണ് രണ്ടും കൂടെ നമ്മൾ കമ്പയർ ചെയ്ത് പറയാമെങ്കിലുള്ളത്. രണ്ട് യൂണിറ്റ്ലെസ് ആണ്. സ്ക്യൂനെസ് സിമെട്രി ആണെങ്കിൽ കുർട്ടോസിസ് ഷേപ്പ് ആണ്. രണ്ടും നോൺ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡൈവേർജൻസിനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ കുറച്ചും കൂടെ നമ്മൾ സ്ക്യൂനെസ് ആണ് പലയിടത്തും ഉപയോഗിക്കുക. പിന്നെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു അതിന്റെ റീസൺസ്, എന്തൊക്കെ കൊണ്ടാണ് സ്ക്യൂനെസ് കുർട്ടോസിസ് വരുന്നതെന്ന്. ചാറ്റ് ബോക്സിൽ ഇടാൻ പറ്റുമോ ആർക്കെങ്കിലും? എന്തെങ്കിലും അറിയോ എങ്ങനെയാ കോസസ് ഓഫ് ഡൈവേഴ്സ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കാം ഡൈവേർജൻസ് വരുന്നത്? ഇപ്പൊ എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് കിട്ടില്ല. അത് കുറച്ചൊക്കെ പഠിച്ചല്ലേ. എന്തായിരിക്കും? സാമ്പിൾ ഇഷ്യൂസ് വരാം, സാമ്പിൾ ഭയങ്കര സ്മോൾ ആവാം, സാമ്പിളിൽ ബയാസ് വരാം, നമ്മുടെ ഹോമോജീനിയസ് ഗ്രൂപ്പ് ആവണമെന്നില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ എടുത്ത ട്രേറ്റ് മെഷർ ചെയ്തത് കറക്റ്റ് ആയി ഉണ്ടാവില്ല.
ഫോർ എക്സാമ്പിൾ ഒരാളുടെ ഇൻട്രസ്റ്റ് ആറ്റിറ്റ്യൂഡ് ഒക്കെ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇത്ര വാല്യൂ എന്ന് പറയാനൊന്നും പറ്റില്ല. അവിടുത്തെ ഇഷ്യൂസ് വരാം. ചില ട്രേറ്റ് ഒക്കെ മെഷർ ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടാണത്. പിന്നെ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് തെറ്റായിരിക്കും നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ തെറ്റാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും അവിടെ ആൻസർ വന്നിട്ടുണ്ടാവാം. ടൈമിംഗ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവും, സ്കോറിംഗ് ഇഷ്യൂസ് വന്നിട്ടുണ്ടാവാം. അതായത് നിങ്ങൾ ആ ഒരു ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്തും മിനിസ്റ്റർ ചെയ്യുന്ന സമയത്തും ഉണ്ടായിട്ടുള്ള എല്ലാ ഇഷ്യൂസും വരാം. പിന്നെ ഈ പറഞ്ഞ പോലെ എറേഴ്സ്, മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഇപ്പൊ എനിക്കൊക്കെ ഉണ്ടായിട്ടില്ലാണ് ക്ലാസ്സിൽ കൊണ്ടിട്ട് ഒരു 50 ചോദ്യം ഫില്ല് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ പിള്ളേർക്ക്. പക്ഷെ അവർക്കൊരു ആദ്യത്തെ കുറച്ച് പേജൊക്കെ ഒരു ഭയങ്കര സ്പീഡായിരുന്നു. അവസാനമൊക്കെ ഇതിപ്പോ അപ്പുറം നോക്കി എന്തെങ്കിലുമൊക്കെ ഫില്ല് ചെയ്ത് തരാന്ന് പറയും. കാരണം അവർക്ക് മടുക്കും. നമുക്ക് ആ ഒരു മോട്ടിവേഷൻ പോയി. ആദ്യം ഭയങ്കര ആവേശം ഉണ്ടാവും. അപ്പൊ അതേപോലെ കുട്ടികൾക്ക് എന്നല്ല ആർക്കാണെങ്കിലും നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു 10-200 ക്വസ്റ്റ്യൻ തന്ന നിങ്ങൾ ഫസ്റ്റ് ഇയർ പ്രാക്ടിക്കലൊക്കെ ചെയ്യുമ്പോൾ അറിയും നമ്മുടെ 16 PF ഒക്കെ ചെയ്യുമ്പോൾ 187 ചോദ്യമാണ്. നമ്മൾ എത്രത്തോളം അതിൽ ശ്രദ്ധിച്ചിരുന്നു ചെയ്യും. അപ്പൊ അതിൽ അങ്ങനെയൊക്കെ എറർ വരാം. അത്രയും മോട്ടിവേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റണം ആ വ്യക്തി. അത് ഫീൽ തരണം നമുക്ക്. അല്ലെങ്കിൽ എവിടെ എന്ത് വരും, ഈ പറഞ്ഞ പോലത്തെ എറേഴ്സ് വരും. ഇതൊക്കെയാണ് ഡൈവേർജൻസ് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത്. ഇപ്പൊ സാമ്പിൾ ബയാസ്, സാമ്പിളിന്റെ സൈസ് കുറയുന്നത്, ട്രേറ്റ് മെഷർ ചെയ്യുന്നത് ചിലപ്പോൾ നോൺ നോർമൽ ആയിരിക്കും, എറേഴ്സ് ഇൻ സ്കോറിംഗ്, ടൈമിംഗ്, അൺക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, മോട്ടിവേഷൻ ടു കംപ്ലീറ്റ് ദ ടെസ്റ്റ് ഉണ്ടാവില്ല. അത്ര മോട്ടിവേറ്റഡ് ആയിരിക്കില്ല. പിന്നെ ടെസ്റ്റുകൾ ചിലത് പുവർലി, കൃത്യമായിട്ടുള്ള റിസർച്ച് ഡിസൈൻ ഒന്നും ആയിരിക്കില്ല. ചിലവരുടെ റിസർച്ച് ഡിസൈനിലും അല്ലെങ്കിൽ ടെസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തതിലൊക്കെ ഇഷ്യൂസ് ഉണ്ടാവും. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അതുമൊക്കെ ഈ പറഞ്ഞ പോലെ സ്ക്യൂനെസിനും കുർട്ടോസിസിനും കാരണമാവും. ഇത് വരാറുണ്ട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പ്ലസ് ഡൈവേർജൻസ് ഒന്നിച്ച് 10 മാർക്കിന് അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക് 6 മാർക്കിന് എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അപ്പൊ ഇതാണ് ആ ഒരു ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യം. സ്ക്യൂനെസ് എന്താണ്, കുർട്ടോസിസ് എന്താണ്, അതിന്റെ ഒരു കമ്പാരിസൺ, ഇക്വേഷൻ പറ്റുമെങ്കിൽ പഠിച്ചു വെക്കാം. ഇക്വേഷൻ വരുന്നത് സ്ക്യൂനെസിന്റെ ഇക്വേഷൻ വരുന്നത് 3 × മീൻ മൈനസ് മീഡിയൻ ബൈ സിഗ്മ എന്നും, കുർട്ടോസിസിന്റെ ഇക്വേഷൻ വരുന്നത് Q ബൈ ക്വാർട്ടൈൽ ഡീവിയേഷൻ ബൈ പെർസെന്റൈൽ 90 മൈനസ് പെർസെന്റൈൽ 10, P90 മൈനസ് P10 ഇങ്ങനെയാണ് വരുന്നത്. മെഷറിംഗ് സ്ക്യൂനെസ് കുർട്ടോസിസ് വെച്ചാൽ നിങ്ങൾക്ക് ഇത് എഴുതാം കേട്ടോ. ഒന്ന് ഗ്രാഫ് നോക്കിയിട്ട്, അതായത് ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. നിങ്ങൾ ആ ഒരു ഗ്രാഫ് നോക്കി ഒബ്സർവ് ചെയ്യുന്നു, പിന്നെ മീൻ മീഡിയൻ നോക്കി പറയുന്നു. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഇക്വേഷൻ ഇട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ആ ഒരു ചോദ്യം ഒരുപാട് റിപ്പീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ആ ചാപ്റ്ററിൽ കിടക്കുന്നുണ്ട്. ഞാൻ റിപ്പീറ്റുകൾ മാത്രം പറഞ്ഞു പോവാണേ. അനോവ ഇനി വരുന്നത് ഫുൾ അനോവയാണ് കേട്ടോ. പിന്നെ ടി ടെസ്റ്റ്. അനോവയിൽ വരുമ്പോഴേക്കും അനോവയുടെ ഫുൾ ഫോം എന്താ, അനാലിസിസ് ഓഫ് വേരിയൻസ് എന്നാണ്. അനാലിസിസ് ഓഫ് വേരിയൻസിനെയാണ് നമ്മൾ അനോവ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ സ്ലൈഡ് ഒന്ന് എടുത്തോട്ടെ. ആക്ച്വലി ഇതൊക്കെ ഞാൻ എൻ്റെ ക്ലാസ്സിന് ഉപയോഗിക്കുന്ന സ്ലൈഡാണ്. ഞാൻ ഒന്നിച്ചാക്കിയ ഒരു സ്ലൈഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് ആയിട്ട് നടത്തിയപ്പോൾ അവർക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. അപ്പൊ അത് ഞാൻ ഷെയർ ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് എന്റെ ക്ലാസ്സിന്റെ സ്ലൈഡ്സ് ആയതുകൊണ്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. ഓക്കെ, അപ്പൊ അനോവ എന്ന് പറഞ്ഞ എന്താ, അനാലിസിസ് ഓഫ് വേരിയൻസ് ആണ്. അനോവയ്ക്ക് പല രീതിയിലുള്ള അസംഷൻസ് ഉണ്ട്. നമ്മുടെ പാരാമെട്രിക് ടെസ്റ്റിന്റെ അതേ അസംഷൻസ് തന്നെയാണ് അനോവയ്ക്കും വരുന്നത്. വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, ഈ പറഞ്ഞ പോലെ എന്താ പറയാ ഹോമോജനിറ്റി ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള എല്ലാ കണ്ടീഷൻസും നിങ്ങൾ പാരാമെട്രിക്കിൽ എന്തൊക്കെ എഴുതിയോ അതൊക്കെ പാരാമെട്രിക് ഏത് ടെസ്റ്റ് എടുത്താലും എഴുതാൻ പറ്റുന്ന അസംഷൻ ആണ് കേട്ടോ. ഇപ്പൊ എക്സാമിന് നിങ്ങളോട് പെട്ടെന്ന് വന്നിട്ട് ടീച്ചേഴ്സിന്റെ അസംഷൻ ചോദിച്ചു, അയ്യോ ഞങ്ങൾ ഇത് പഠിച്ചിട്ടില്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ പാരാമെട്രിക് ടെസ്റ്റിൽ പഠിച്ച അസംഷൻ എന്താണോ അതിനെ നിങ്ങൾക്ക് അവിടെ എഴുതാം. 1-2 പോയിന്റ്സ് വ്യത്യാസമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അത് ഓർമ്മ വന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പാരാമെട്രിക്കിനെങ്കിലും എഴുതി വെച്ച് നിങ്ങൾക്ക് അതിന്റെ മാർക്ക് കിട്ടുമല്ലോ, അത് കളയരുത്. ഈ പറഞ്ഞ പോലെ ഒന്ന് ഇൻഡിപെൻഡൻസ് ആണ് എല്ലാത്തിലും ഉണ്ടാവേണ്ട ഒരു ഇമ്പോർട്ടന്റ് കാര്യം. ഇൻഡിപെൻഡന്റ് ആണ്, നോർമൽ ആയിരിക്കണം, ഹോമോജനിറ്റി ഉണ്ടായിരിക്കണം, കണ്ടിന്യൂസ് ഡാറ്റ ആയിരിക്കണം. മെറിറ്റ്സ് ഈ പറഞ്ഞ പോലെ എഫിഷ്യന്റ്. അയ്യോ ഇത് 2 വേ അനോവയുടെ മെറിറ്റ് ആണ്. ഈ പറഞ്ഞ പോലെ ടി ടെസ്റ്റിനേക്കാളും ബെറ്റർ ആണ്. 2 ഗ്രൂപ്പ് കമ്പയർ ചെയ്യാൻ, ബിറ്റ്വീൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ വിത്തിൻ ഗ്രൂപ്പ് വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പഠിച്ചിട്ടില്ലേ നമ്മൾ സിംഗിൾ ഫാക്ടോറിയൽ ഡിസൈനില് ബിറ്റ്വീൻ ഗ്രൂപ്പ് ഡിസൈനും
വിത്തിൻ ഗ്രൂപ്പ് ഡിസൈൻ. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്താ ഉപയോഗിക്കുക? ഈ പറഞ്ഞ ടി ടെസ്റ്റ് ഉപയോഗിക്കുമെങ്കിലും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് അനോവയാണ്. പിന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഡിസൈൻ ആണ്, സ്റ്റാറ്റിസ്റ്റിക്കലി പവർ കൂടുതലാണ്, സിമ്പിൾ ആണ് യൂസ് ചെയ്യാനായിട്ട്, എക്സ്പെരിമെന്റൽ എറേഴ്സ് ഒക്കെ കുറവായിരിക്കും, ലാബ് എക്സ്പെരിമെന്റ് ഒക്കെ ഭയങ്കര സ്യൂട്ടബിൾ ആണ്. ലിമിറ്റേഷൻ എന്താണ്? ഈ പറഞ്ഞ പോലെ എല്ലായിടത്തും നമുക്ക് ഈ പറഞ്ഞ പോലെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഹോമോജീനിയസ് അല്ലെങ്കിൽ പറ്റില്ല, ചെറിയ ചെറിയ എറേഴ്സ് വന്നാൽ തന്നെ ഭയങ്കര സെൻസിറ്റീവ് ആണ്, ഫീൽഡ് എക്സ്പെരിമെന്റിന് പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ടൈം കൺസ്യൂമിങ് ആണ്, ചെയ്യാൻ കുറച്ച് സമയം വേണം. ഇത്രയാണ് അതിന്റെ ഒരു ഇത് വരുന്നത്. ഇതേപോലെ 2 വേ അനോവയുടെയും ചോദിക്കാറുണ്ട്, അസംഷൻസും മെറിറ്റ്സും ഡിമെറിറ്റ്സും. 2 വേ അനോവ എന്ന് പറയുമ്പോഴേക്കും എന്താണ്? 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. 1 വേ അനോവയിൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളേ ഉള്ളൂ. 2 വേ അനോവ എന്ന് പറയുമ്പോഴേക്കും 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾസിനെ നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഒരു 3ൽ കൂടുതൽ ഗ്രൂപ്പ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ 2 വേ അനോവ ഉപയോഗിക്കാം. നമുക്ക് അവിടെ മെയിൻ എഫക്റ്റും ഇന്ററാക്ഷൻ എഫക്റ്റും അറിയാൻ പറ്റും. ഇന്ററാക്ഷൻ എഫക്റ്റ് മെയിൻ എഫക്റ്റ് എന്താണെന്ന് പറയണോ? റിസർച്ച് ടോപ്പിക് ആണ്, നമ്മുടെ സിംഗിൾ ഫാക്ടർ ഡിസൈനിലുള്ളത്. പറയണോ? ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, നിങ്ങൾ റിസർച്ചിലെ എക്സാമ്പിൾ തന്നെ പറയാം. റിസർച്ചിന്റെ ടെക്സ്റ്റിൽ എക്സാമ്പിൾ ഇങ്ങനെയാണ്. നമുക്കിപ്പോ ഒരാളുടെ കൊളസ്ട്രോൾ ലെവലില് എക്സസൈസിന്റെയും ഡയറ്റിന്റെയും ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണം. ഓക്കെ, അപ്പൊ നമ്മള് ഈ 3 വേരിയബിൾ എടുത്ത്, 3 വേരിയബിൾ ഉണ്ട് ഇവിടെ, 2 ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഏതൊക്കെയാണ്? എക്സസൈസും ഡയറ്റും. അവിടുത്തെ ഔട്ട്കം ആണ് നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡിപെൻഡന്റ് വേരിയബിൾ. ഔട്ട്കം എപ്പോഴും ഇൻപുട്ട് കൊടുക്കുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളും, ഔട്ട്കം വരുന്നത് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്, റെസ്പോൺസ് എന്താണ്, അത് ഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഓർക്കാൻ ഈസി ആയിട്ട് അതാണ് വഴി. അപ്പൊ ഇവിടെ കൊളസ്ട്രോൾ ലെവൽ എന്നുള്ളത് അവിടുത്തെ ഔട്ട്കം ആണ്, ഇൻഡിപെൻഡന്റ് വേരിയബിൾ എക്സസൈസും ഈ പറഞ്ഞ പോലെ ഡയറ്റും ആണ്. അപ്പൊ രണ്ടിനെ സെപ്പറേറ്റ് എഫക്റ്റ് നോക്കുന്നതാണ് മെയിൻ എഫക്റ്റ്. അതായത് ഡയറ്റ് മാത്രം ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ലെവലിൽ എത്ര മാറ്റം വരുന്നു, അതേപോലെ എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് കൊളസ്ട്രോൾ ലെവലിൽ എത്ര ചേഞ്ച് വരുന്നു, ഇങ്ങനെ സെപ്പറേറ്റ് നോക്കുന്നതാണ്. ഓരോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ അറ്റ് എ ടൈം നോക്കുന്നതാണ് മെയിൻ എഫക്റ്റ്. രണ്ടാമത്തത് ഇന്ററാക്ഷൻ എഫക്റ്റ് ആണ്. നമ്മൾ രണ്ടും കൂടെ നോക്കുക, എക്സസൈസും ചെയ്യുന്നുണ്ട് ഡയറ്റും ചെയ്യുന്നുണ്ട്, എല്ലാം ഒരേ ടൈം ഇന്റർവെല്ലിൽ എടുക്കണേ. ഒരു മാസമാണെങ്കിൽ ഒരു മാസം, അത് കറക്റ്റ് എല്ലാത്തിലും ഒരേപോലെ ആയിരിക്കും. അപ്പോൾ ഇന്ററാക്ഷൻ എഫക്റ്റ് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ചെയ്യുമ്പോൾ എത്ര വേരിയേഷൻ ഉണ്ട്, ഇതാണ് ഇന്ററാക്ഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മെയിൻ എഫക്റ്റും ഉണ്ട്, ഇന്ററാക്ഷൻ എഫക്റ്റും നമ്മൾ നോക്കും. ഇത് രണ്ടും കൂടെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മാത്രമാണ്. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ എഫക്റ്റ്, ഇന്ററാക്ഷൻ എഫക്റ്റ്. ഇനി അസംഷൻസ് നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾസ് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം, വേരിയൻസ് ഈക്വൽ ആയിരിക്കണം, ഗ്രൂപ്പ്സ് സെയിം സാമ്പിൾ സൈസ് അഥവാ ഹോമോജീനിയസ് ആയിരിക്കണം, പിന്നെന്താ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. ഇതൊക്കെ തന്നെയാണ് ഇവിടുത്തെയും അസംഷൻസ് എന്ന് പറഞ്ഞത്. മെറിറ്റ്സും ഡിമെറിറ്റ്സും ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും, അനോവ വെച്ച് ഊഹിച്ചാൽ മതി. എന്താണ് മെറിറ്റ്സ്? ഈ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇന്ററാക്ഷൻ എഫക്റ്റ് തന്നെയാണ്. ഇന്ററാക്ഷൻ എഫക്റ്റ് മെയിൻ എഫക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നു, കുറെ കൂടി എഫിഷ്യന്റ് ആണ്. ഓരോന്നിന്റെയും വ്യത്യാസം ക്യാൻ ടെസ്റ്റ് ഇൻഡിപെൻഡൻസ് ഓഫ് ഫാക്ടർ എന്ന് വെച്ചാൽ ഓരോന്നിന്റെയും മെയിൻ എഫക്ട്, അതാണ് ഉദ്ദേശിക്കുന്നത്. മെയിൻ എഫക്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇന്ററാക്ഷൻ എഫക്ട് മനസ്സിലാക്കാൻ പറ്റും. ചെറിയ സാമ്പിൾ സൈസ് മീൻസ് പാരാമെട്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ സാമ്പിൾ സൈസ് ആണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ചെറുതല്ല പാരാമെട്രിക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഡിമെറിറ്റ്സ് എന്താ പറയാ? അസംഷൻസ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ അസംഷൻസ് മീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, ഭയങ്കര ഡിഫിക്കൾട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എക്സാമിന് അത് വരാത്തതും. 2 വേ അനോവ ഇന്നേ വരെ വന്നിട്ടില്ല. നിങ്ങളുടെ വർഷം എന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഇതുവരെ വന്നിട്ടില്ല. ഒരു 2011 തൊട്ട് ഇതുവരെയും 2 വേ അനോവയുടെ പ്രോബ്ലം വന്നിട്ടില്ല. 2 വേ അനോവ കുറച്ചും കൂടി കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, നല്ല ലോജിക്കൽ എബിലിറ്റി ഉണ്ടാവണം ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാനാണ്. കാരണം 2 വേരിയബിൾസ് വരുമ്പോൾ ഏതിനാണ് കൂടുതൽ എഫക്ട് ഏതിനാണ് കുറവ് എഫക്ട് നന്നായിട്ട് ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ നല്ല അരിത്തമെറ്റിക് സ്കിൽസ് വേണം ഇത് ചെയ്യണമെങ്കിൽ. അതേപോലെ ഒബ്സർവേഷൻസ് ഒക്കെ ഈക്വൽ ആയിട്ട് എടുക്കണം. ഓരോ കണ്ടീഷൻ കൊടുക്കുമ്പോഴും എല്ലാത്തിന്റെയും ഒബ്സർവേഷൻസ് ഈക്വൽ ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ അവിടെ ഭയങ്കരമായ എറേഴ്സ് വരും. ഇപ്പൊ ഒരു ആദ്യം ഈ പറഞ്ഞ പോലെ 1 മാസം എടുത്തു, എക്സസൈസും കൊളസ്ട്രോൾ ലെവലും കൂടെ ഉള്ള വേരിയേഷൻ 1 മാസം എടുത്തു. അടുത്തത് 1 മാസത്തിന് വരെ ഒരു 1.5 മാസം എടുത്തു, കാര്യമില്ല, തെറ്റിപ്പോയി. എന്ത് വേണമെന്നില്ല, ഒരു 2-3 ദിവസം മാറിയാൽ പോലും അവിടെ ഈ പറഞ്ഞ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിന്റെ ഒരു
ഡീമെറിറ്റ്. ഇനി പ്രോബ്ലം വേണ്ടേ അവിടെ? ഞാൻ ഗ്രൂപ്പിൽ ഇന്നലെ ഒരു സ്റ്റെപ്പ് ഓർത്ത് വെക്കാനുള്ള വഴി ഇട്ടിരുന്നേ, നിങ്ങൾ നോക്കിണ്ടാന്ന് വിചാരിക്കണം. അത് നല്ല എളുപ്പമാണ്, നമുക്ക് ഓർത്ത് വെക്കാൻ ഭയങ്കരമായിട്ട് സഹായിക്കാറുണ്ട്. അനോവയുടെ പ്രത്യേകത സ്റ്റെപ്പ് ടേബിൾ എഴുതാൻ ഭയങ്കര എളുപ്പമാണ്. അതുപോലെ സ്റ്റെപ്പ് നിങ്ങൾ ഒരു കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചാലും എളുപ്പമാണ്. ഓക്കെ, ബ്ലോക്ക് 3 ആയിട്ടേ ഉള്ളൂ, മാൻവിറ്റിന് എത്തിയിട്ടില്ല. ബ്ലോക്ക് 4 ആണ് മാൻവിറ്റിന്. ഓക്കെ, x1, x2, x3 നിങ്ങൾക്ക് 3 ഗ്രൂപ്പുകൾ തന്നിട്ടുണ്ടാവും. ഡയറക്റ്റ് ചോദ്യമാണ്, കാൽക്കുലേറ്റ് അനോവ ഫോർ ദ ഫോളോയിങ് ഡാറ്റ തന്നെയായിരിക്കും. ഇതില് നിങ്ങൾക്ക് 6 കോളം വേണം. x1, x1 സ്ക്വയർ, x2, x2. ഇതിൽ കുറെ പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, എന്തിനാന്ന് എനിക്കറിയില്ല. ഇതിൽ ഡൗട്ട് ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോ, ഞാൻ ലാസ്റ്റ് നോക്കിയിട്ട് പറയാം. x1, x1 സ്ക്വയർ, x2, x2 സ്ക്വയർ, x3, x3 സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മുടെ ഒരു രീതി പോകുന്നത്. ഇനി ഇതില് x1, x2, x3 എന്ന് പറയുന്നത് നമ്മുടെ ചോദ്യം എന്താണോ അത് തന്നെയാണ്. നമ്മൾ അത് സ്ക്വയർ ചെയ്ത് എഴുതുന്നതാണ് താഴെ. വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുത്തോണേ അനോവ. അപ്പൊ x1, x2, x3 എന്ന് പറഞ്ഞത് നമ്മൾ എന്താണ് സ്ക്വയർ ചെയ്യുന്നു. ഇനി ഇതിൽ വരുമ്പോഴേക്കും 3 ടേം നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. n, n, k. n പറയുമ്പോൾ ക്യാപിറ്റൽ N, 3 ഗ്രൂപ്പിലും കൂടെ എത്ര നമ്പർ ഉണ്ട് എന്നുള്ളതാണ്. സ്മോൾ n എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിൽ എത്ര ഉണ്ട് എന്നുള്ളതാണ്. k എന്ന് പറയുന്നത് എത്ര ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ 3 ഗ്രൂപ്പാണ്, അപ്പൊ 3. ഇനി ആദ്യം ചെയ്യേണ്ടത് കറക്ഷൻ ടേം ആണ്. ഈ ടേബിളിൽ എല്ലാത്തിനും സമ്മ് താഴെ തന്നെ കുറെ കളർഫുൾ ആയിട്ടൊക്കെ ഞാൻ എഴുതിയിരിക്കുന്നത് ടേമുകൾ മാറിപ്പോകാതിരിക്കാനാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാത്തിന്റെയും സമ്മ് നിങ്ങൾ താഴെ കണ്ടുവച്ചിട്ടുണ്ടാവണം. ആദ്യം വരുന്ന കറക്ഷൻ ഉണ്ട്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു എളുപ്പ വഴി ഇതാണ്. ഇവിടെ ആദ്യത്തെ 3 സ്റ്റെപ്പ് നിങ്ങളുടെ കറക്റ്റ് ആയാൽ പിന്നെ അനോവ നിങ്ങളുടെ തെറ്റില്ല. 3ലും സ്ക്വയേഴ്സ് വരുന്നുണ്ട്. 3 സ്റ്റെപ്പ്. ഈ 3 സ്ക്വയേഴ്സ് മാറി പോകുന്നിടത്താണ് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ 3 സ്റ്റെപ്പ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് സ്ക്വയർ ഇട്ട് കൊടുക്കാൻ പറ്റിയാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, അനോവ നിങ്ങളുടെ തെറ്റില്ല. അപ്പൊ ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് ടേം കറക്ഷൻ ടേം. കറക്ഷൻ ടേം കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും ആലോചിക്കാം, ചോദ്യത്തിന്റെ കോളം എടുക്കാം. നിങ്ങളുടെ ചോദ്യം എന്താണോ ആ കോളം. ഇപ്പൊ ഞാൻ എഴുതുന്ന ഫോർമാറ്റ് ആണെങ്കിൽ എക്സ്, x1 സ്ക്വയർ, x2 സ്ക്വയർ, x3, 6 കോളം കിടക്കുന്നത്. എന്റെ ചോദ്യം വരുന്ന ഇതിലാണ് 1, 3, 5. 1, 3, 5 ഈ രീതിയിലാണ് നിങ്ങൾ എഴുതിയതെങ്കിൽ 1, 3, 5. അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യം എന്താണോ ആ ടേബിൾ എടുക്കാം. അതിന്റെ സം ആഡ് ചെയ്യാം, സ്ക്വയർ ചെയ്യാം. ചോദ്യം വരുന്ന ടേബിളിന്റെ സം ആഡ് ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുന്നു ബൈ ക്യാപിറ്റൽ N ആണ്. ഇവിടെ സ്മോൾ N ചെയ്തിട്ട് ഞാൻ ഇപ്പുറത്ത് ക്യാപിറ്റൽ ആക്കിയിട്ടുണ്ട്. ക്യാപിറ്റൽ N ആട്ടോ ഫസ്റ്റ് സ്റ്റെപ്പിൽ എപ്പോഴും ക്യാപിറ്റൽ N. ചോദ്യം വരുന്ന ടേബിള് 1, 3, 5. ഈ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു വെച്ചാൽ നല്ല എളുപ്പമാവും കേട്ടോ. 1, 3, 5 ഈ 3 കോളം ഇതിലെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു ബൈ ടോട്ടൽ. ടോട്ടൽ എന്ന് പറയുമ്പോൾ 21. അത് നിങ്ങൾക്ക് കിട്ടി. ഇതാണ് നിങ്ങളുടെ കറക്ഷൻ ടേം. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ. പേര് തന്നെയുണ്ട്, സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ എന്നാണ്. ടോട്ടലിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സ്ക്വയറിന്റെ ടോട്ടൽ, അങ്ങനെയെങ്കിലും ആലോചിക്കുക. അപ്പൊ ഏതൊക്കെയായിരിക്കും? ഇവിടെ നിങ്ങൾ സ്ക്വയർ ചെയ്ത ടേം എടുക്കണ്ട, സ്ക്വയർ ചെയ്യാൻ നിൽക്കരുത്. അതായത് 2, 4, 6 ഈ 3 ടേബിൾ ആയിരിക്കും എടുക്കുക. അതായത് x1 സ്ക്വയർ, x2 സ്ക്വയർ, x3 സ്ക്വയർ. നിങ്ങൾ സ്ക്വയർ ചെയ്ത് വെച്ച ടേബിളിന്റെ സമ്മായിരിക്കും ഇവിടെ എടുക്കുന്നത്. 2, 4, 6 എന്നീ ടേബിളിന്റെ അല്ല കോളത്തിന്റെ 2, 4, 6 എന്ന കോളത്തിന്റെ വാല്യൂസ് ആഡ് ചെയ്യുക, കറക്ഷൻ ടേം മൈനസ് ചെയ്യുക. ഇവിടെ സ്ക്വയർ ചെയ്യരുത്. പേരിൽ സ്ക്വയർ ഉണ്ടെങ്കിലും സ്ക്വയർ ചെയ്യരുത്. 2, 4, 6 നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ സ്ക്വയർ ചെയ്ത് വെച്ച നമ്പേഴ്സ് അതിന്റെ നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, കറക്ഷൻ ടേം മൈനസ് ചെയ്യുന്നു. നമ്മളൊന്ന് ജസ്റ്റ് ഒന്നും കൂടെ ടേബിൾ നോക്കിക്കോ, ഇല്ലെങ്കിൽ കണക്ഷൻ കിട്ടില്ല. ഇതാണ്. അപ്പൊ ഇത് നമ്മുടെ
ടേബിൾ നമ്പർ 1, 3, 5. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്തതാണ്, ആഡ് ചെയ്ത് സ്ക്വയർ ചെയ്താണ് ഫസ്റ്റ് ടേം. 28 പ്ലസ് 35 പ്ലസ് 33 ഹോൾ സ്ക്വയർ ബൈ 21. നിങ്ങൾക്ക് കറക്ഷൻ ടേം കിട്ടി. രണ്ടാമത്തത് എന്ന് പറയുമ്പോഴേക്കും 2, 4, 6. 138 പ്ലസ് 197 പ്ലസ് 183 മൈനസ് കറക്ഷൻ ടേം. ഇതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്ലിയർ ആണോ? ചാറ്റ് ബോക്സ് ഉണ്ട്, മൈക്ക് ഓപ്പൺ ആവില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴേക്കും വീണ്ടും നമ്മുടെ ഫസ്റ്റ് കോളം. നിങ്ങൾ ഒന്ന് ആലോചിച്ച് ഓക്കെ. താങ്ക് യു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ആദ്യത്തെ സ്റ്റെപ്പിലും 135, മൂന്നാമത്തെ സ്റ്റെപ്പ് വരുമ്പോഴേക്കും 135. ആ 3 കോളത്തിലെ വാല്യൂസ് ആണ് നിങ്ങൾ എടുക്കേണ്ടത്. ഫസ്റ്റ് സ്റ്റെപ്പിലും 135 എന്നുള്ള കോളം, അതേപോലെ ഈവൻ ഓഡ് നമ്പർ വരുന്നതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് 135. ഇതേ കോളം എടുക്കുക. 135 എന്ത് ചെയ്യണം? ഇവിടെ നിങ്ങൾ സ്ക്വയർ ചെയ്യണം. ഇവിടെ സ്ക്വയർ ചെയ്ത ശേഷം ഡിവൈഡ് ചെയ്യണം. അതാണ് വ്യത്യാസം. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ആഡ് ചെയ്തു, സ്ക്വയർ ചെയ്തു, ക്യാപിറ്റൽ N ആയിരുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഓരോ നമ്മുടെ നമ്പേഴ്സ് 28 സ്ക്വയർ, 35 സ്ക്വയർ, 33 സ്ക്വയർ ബൈ ഇവിടെ സ്മോൾ ലെറ്റർ N ആണ് കേട്ടോ. ഒരു ഗ്രൂപ്പിനാണ് 7. സ്ക്വയർ ചെയ്ത ശേഷം ആഡ് ചെയ്യുക ബൈ സ്മോൾ ലെറ്റർ N മൈനസ് കറക്ഷൻ ടേം. ഇതാണ് സ്ക്വയർ വരുന്ന 3 ടേം. ആദ്യത്തെ കോളത്തിൽ 135 ക്യാപിറ്റൽ N, സ്ക്വയർ ആഡ് ചെയ്യുന്നു, സ്ക്വയർ ചെയ്യുന്നു, ക്യാപിറ്റൽ N. രണ്ടാമത്തെ കോളത്തിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും 246. 246 സ്ക്വയർ ചെയ്ത നമ്പേഴ്സ് ആഡ് ചെയ്യുന്നു, കറക്ഷൻ ടേം മൈനസ് ചെയ്യുന്നു. ഇവിടെ സ്ക്വയർ ചെയ്യുന്നില്ല. മൂന്നാമത്തെ ടേം എത്തുമ്പോഴേക്കും അല്ലെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പ് എത്തുമ്പോഴേക്കും ഓരോന്നും 135 എന്നുള്ള കോളത്തിന്റെ സമ്മ സ്ക്വയർ ചെയ്ത ശേഷം ആഡ് ചെയ്യുന്നു ബൈ സ്മോൾ ലെറ്റർ N, അഥവാ ഇവിടെ ചെറിയ 7 ആണ് ഈ ഗ്രൂപ്പിലുള്ളത്, 7. നിങ്ങൾക്ക് ചോദ്യത്തിൽ എത്രയാണ് തന്നെച്ചാൽ അത് മൈനസ് കറക്ഷൻ ടേം. ഇതാണ് നിങ്ങളുടെ സം ഓഫ് സ്ക്വയേഴ്സ് എമംഗ് ദ ഗ്രൂപ്പ്. 3 ഗ്രൂപ്പ് വൈസ്. ലാസ്റ്റ് ഇനി നിങ്ങൾക്ക് എളുപ്പമാണ്. ടോട്ടൽ കണ്ടു, എമംഗ് ദ ഗ്രൂപ്പ് കണ്ടു, അതായത് കറക്ഷൻ ടേം കണ്ടു നിങ്ങൾ ആദ്യം, പിന്നെ ടോട്ടൽ കണ്ടു, എമംഗ് ദ ഗ്രൂപ്പ് കണ്ടു. ഇനി വിത്തിൻ ദ ഗ്രൂപ്പ് TAW, ടോയിലെ W. കറക്ഷൻ വിത്തിൻ ഗ്രൂപ്പ് കാണാണ്. വിത്തിൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ T-A. നോക്കേ, എളുപ്പത്തിൽ നിങ്ങൾക്ക് മറക്കില്ല. T-A. W കാണാൻ T-A ചെയ്താൽ മതി. സ്ക്വയേഴ്സ് ഓഫ് ടോട്ടൽ മൈനസ് എമംഗ് ദ ഗ്രൂപ്പ്. സ്റ്റെപ്പ് 2 മൈനസ് സ്റ്റെപ്പ് 3. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഓർഡറിൽ CX TAW എന്ന് എഴുതുകയാണെങ്കിൽ ടിയിൽ നിന്ന് A കുറച്ചാൽ ഏത് കിട്ടും? താഴത്തെ W കിട്ടും. ഈ അരമാർക്ക് ഇട്ട പോലെ ടിയിൽ നിന്ന് A കുറച്ചാൽ W ആയി. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് T ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ടിയുടെ ആവശ്യമില്ല. T നിങ്ങൾ കട്ട് ചെയ്തു. ഇനി കാണേണ്ടത് മീൻ സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ്. മീൻ സ്ക്വയർ എമംഗ് ദ ഗ്രൂപ്പ് ആണ്. അതിന്റെ ഇക്വേഷൻ പഠിച്ചേ പറ്റൂ. SSA by K-1. SSA by K-1. SSA പറഞ്ഞ തേർഡ് സ്റ്റെപ്പിൽ കിട്ടിയ വാല്യൂ ആണ്. SSA തേർഡ് സ്റ്റെപ്പിൽ 3.74. ഇവിടെ സ്റ്റെപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. സ്റ്റെപ്പ് 3 by K-1. K എന്ന് പറഞ്ഞാൽ എത്ര ഗ്രൂപ്പ് ഉണ്ട്? 3 ഗ്രൂപ്പാണ്. 3-1 ഇവിടെ എത്ര എത്തും? 2 എത്തും. അത് വന്നു. അടുത്തത് CX ആയി, T കിട്ടി, A കിട്ടി, T-A W കിട്ടി. അത് കഴിഞ്ഞ് മീൻ സ്കോർ എമംഗ് ദ ഗ്രൂപ്പ് MSSA, അതില് SSA by K-1 കിട്ടി. അടുത്ത ഏതാ? MSS W ആണ്. മീൻ സ്കോർ വിത്തിൻ ദ ഗ്രൂപ്പ്. A കഴിഞ്ഞ പിന്നെ W അല്ലേ, അപ്പൊ A കഴിഞ്ഞു, W എഴുതുമ്പോ MW. മീൻ സ്കോർ വിത്തിൻ ദ ഗ്രൂപ്പ് SSW by N-K. ലാസ്റ്റ് ടേബിൾ നമ്മൾ ഡിവൈഡ് ചെയ്യാം. MA by MW. മീൻ സ്കോർ എമംഗ് ദ ഗ്രൂപ്പ് ബൈ മീൻ സ്കോർ വിത്തിൻ ദ ഗ്രൂപ്പ്. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്തു? ആ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ F റേഷ്യോ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ അനോവ കംപ്ലീറ്റ് ആയി.
ഇതാണ് നിങ്ങളുടെ സ്റ്റെപ്സ് വരുന്നത്. കഴിഞ്ഞില്ല. അനോവ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെഴുതണം? ഈ ടേബിള് കംപ്ലീറ്റ് ആണ്. സ്റ്റെപ്പ് 8 നിർബന്ധമാണ്. നിങ്ങൾക്ക് മറന്നു പോകുന്നുണ്ടെങ്കിൽ ഹെഡിങ്സ് പഠിച്ചു വെച്ചിട്ട് പോവാട്ടോ, കളപാടെങ്കിലും പഠിച്ചു വെച്ചിട്ട് പോവാ. സോഴ്സ് ഓഫ് വേരിയൻസ് എങ്ങനെയാ? എമംഗ് ദ ഗ്രൂപ്പും വിത്തിൻ ദ ഗ്രൂപ്പേ ഉള്ളൂ നമുക്ക്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം നമ്മൾ പറഞ്ഞു n-1 ആണ്. ഡിഗ്രീസ് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോഴേക്കും k-1 ഡൗട്ട് ഞാൻ കണ്ടു, പറയാം. k-1ഉം n-k. k-1 എന്ന് പറഞ്ഞാൽ 3 - 1 2. n-k 21 - 3. 21 നമ്പേഴ്സ് ആണ് 3 ഗ്രൂപ്പിലും കൂടി ഉണ്ടായിരുന്നത്. 21 - 3 വരുന്നത്. ക്യാപിറ്റൽ N വരുന്നത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പില്, പിന്നെയുള്ള അവിടെ സ്മോൾ n. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിലാണ് കേട്ടോ ക്യാപിറ്റൽ N വരുന്നത്. പിന്നെ ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാണുന്ന ഇവിടെ. ഇനി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് വാല്യൂ SSA വരുന്ന വാല്യൂസ്, SSAയും SSWയും. എമംഗ് ദ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും എഴുതുക? SSA. അത് ശ്രദ്ധിച്ചാൽ മതി. എമംഗ് ദ ഗ്രൂപ്പ് ആകുമ്പോൾ SSA, വിത്തിൻ ദ ഗ്രൂപ്പ് ആകുമ്പോൾ SSW. നിങ്ങൾക്ക് അവിടെ കിട്ടിയ വാല്യൂസ് നിങ്ങൾ ടേബിളിലേക്ക് എടുത്തിരുന്നു, അത്രേ ഉള്ളൂ. മീൻ സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും ഇത് MSSAയും താഴത്തത് MSSW. MSSA രണ്ടാമത്തെ കോളത്തിൽ വരുമ്പോഴേക്കും MSSW എടുത്ത് എഴുതുക, എഫ് റേഷ്യോ എടുത്ത് എഴുതുക, അത്രേ ഉള്ളൂ. ഇത്രയാണ് നമ്മൾ എഴുതേണ്ടത്. അനോവയ്ക്ക് ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ട് ഇന്നലെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുണ്ടായിരുന്നല്ലോ. ക്രിട്ടിക്കൽ വാല്യൂ എങ്ങനെയാ വരുന്നത് അനോവയുടെ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമുക്ക് കിട്ടിയ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ, കാൽക്കുലേറ്റഡ് വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. ഒബ്റ്റൈൻഡ് വാല്യൂ എന്നോ കാൽക്കുലേറ്റഡ് വാല്യൂ എന്നോ ഒബ്സർവ്ഡ് വാല്യൂ എന്നോ എന്ത് വേണമെങ്കിലും എഴുതാം. ആ വാല്യൂ നമ്മളിപ്പോ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പൊ ഈ വാല്യൂ 0.433 നമുക്ക് ചോദ്യത്തിൽ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. ഇനി ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് അക്സെപ്റ്റ് ചെയ്യും. അത് തന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ എഴുതണം. ഇത്രയും ചെയ്താൽ അനോവ കംപ്ലീറ്റ് ആയി. എന്റെ 8 മണിയുടെ ക്ലാസ് ഞാൻ 8:30 ആക്കേണ്ടി വന്നു, തീർന്നില്ല. ഓക്കെ, ഇനി വരുന്നത് ടി ടെസ്റ്റ് ആണ്. എനിക്കിത് കുറച്ച് നേരത്തെ ഒരു 6 മണിക്കൊക്കെ ഇടുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ വീടെത്തുന്നതേ 6 മണിക്കായിരുന്നു. ടി ടെസ്റ്റ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം തന്നെയാണ്. ഞാൻ ഇവിടുന്ന് കാണിക്കാം. ഇതിലുണ്ട് ചോദ്യം, X1 X2 തന്നെയാണ് ചോദ്യം. ഇതില് മീൻ വാല്യൂ കണ്ടുപിടിക്കണം നിങ്ങൾ ആദ്യം. മീൻ വാല്യൂ പറഞ്ഞ ആവറേജ് കണ്ടുപിടിക്കുക. X1ന്റെ ആവറേജ് ഇവിടെ 5 കിട്ടി, X2ന്റെ ആവറേജ് 7.5 കിട്ടി. ആവറേജ് എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിലുള്ള നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടുക, എത്ര നമ്പർ ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. X1ല് 10 4 3 2 4 2 5 10 5 5 ഈ നമ്പേഴ്സ് എല്ലാം കൂടി കൂട്ടി 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടി? 5 കിട്ടി. ഇതാണ് മീൻ വാല്യൂ. മറ്റേതും X2ലോട്ട് വരുമ്പോഴേക്കും അങ്ങനെ തന്നെയാണ്. ഓരോന്നും നിങ്ങൾ എല്ലാം കൂടെ ആഡ് ചെയ്യുന്നു, ബൈ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 7.5 കിട്ടി. ഇനി ഹെഡിങ്സ് ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം ആ ടേബിളിന്റെ ഹെഡിങ് പഠിച്ചിരിക്കുക എന്നുള്ളതാണ്. ഹെഡിങ് അറിഞ്ഞാൽ, ഹെഡിങ്ങും ഇക്വേഷൻ അറിഞ്ഞാൽ വേഗം ചെയ്യാൻ പറ്റും. ഹെഡിങ് ശ്രദ്ധിക്കുക. X1 - X1 ബാർ എന്ന് വെച്ചാല് ഓരോന്നിലും നമ്മൾ ആവറേജ് ഡീവിയേഷൻ പറഞ്ഞില്ലായിരുന്നു, അതാണ് ഇവിടെ കാണുന്നത്. ഓരോ നമ്പറിൽ നിന്നും 5 കുറച്ചു. X1ലെ ഓരോ നമ്പറിൽ നിന്നും 5 കുറച്ചു. ഇതെല്ലാത്തുനിന്നും ഓരോന്നും 5 കുറച്ച് എഴുതി അതിന്റെ സ്ക്വയേഴ്സ് സം കണ്ടുപിടിച്ചു. X2ലും ഓരോ നമ്പറിൽ നിന്നും 7.5 കുറച്ചു. അതാണ് നമ്മുടെ 5ാമത്തെ കോളം. ലാസ്റ്റ് കോളം എത്തുമ്പോൾ അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ നിന്ന് മീൻ വാല്യൂ കുറയ്ക്കുക, സ്ക്വയർ കാണാം. ഇതാണ് നമ്മുടെ 2 ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ വരുന്ന ഇക്വേഷൻ സിമ്പിൾ ആണ്. X1 ബാർ - X2 ബാർ ബൈ റൂട്ട് ഓഫ് S1 സ്ക്വയർ ബൈ
n പ്ലസ് s2² n. ഇതാണ് നമ്മുടെ വാല്യൂ വരുന്നത്. അതിലോട്ട് വരുമ്പോഴേക്കും S1ഉം S2 നിങ്ങൾക്ക് അറിയില്ല, വേരിയൻസ് ആണ്, വേരിയൻസ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളത് കണ്ടുപിടിക്കണം. അതിന്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വേഷൻ എവിടെയെങ്കിലും എഴുതി വെക്കുക, എന്തെങ്കിലും ചെയ്തോളൂ. സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ ബൈ n മൈനസ് 1 ഉണ്ട് കേട്ടോ. സാമ്പിൾ ആയതുകൊണ്ട് തന്നെ ചെറിയ ഡാറ്റാസ് ആകുമ്പോൾ നമ്മൾ n മൈനസ് 1 ആണ് എടുക്കുക. അപ്പൊ n മൈനസ് 1 s1 സ്ക്വയർ ഈക്വൽ ടു സിഗ്മ x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ ബൈ n മൈനസ് 1. ആ രീതിയിലാണ് വരുന്നത്. x1 മൈനസ് x1 ബാർ ഹോൾ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തേർഡ് കോളം. കാണിച്ചതാ. നമ്മുടെ തേർഡ് കോളം സിക്സ്ത് കോളത്തിലെയും വാല്യൂസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ പ്രോബ്ലം ചെയ്യാൻ. അപ്പൊ തേർഡ് കോളത്തിലെ വാല്യൂസ് ഇവിടെ എടുത്തു. തേർഡ് കോളത്തിൽ വന്നത് 74 ആയിരുന്നു. 74/9 സ്ക്വയർ ചെയ്തതിന്റെ ആഡ് ചെയ്ത് വെച്ച വാല്യൂ n-1 ആണ്. ഇവിടെ 10 നമ്പർ ഉണ്ടായിരുന്നു, അപ്പൊ 10 - 1 9 കിട്ടി. ഇതേപോലെ S2² കണ്ടുപിടിച്ചു. S2² എന്ന് പറയുമ്പോൾ ആറാമത്തെ കോളത്തിലെ വാല്യൂ അത് വന്നത് 152.5 ആണ്. 152.5 n-1. 10-1നെ 9 എഴുതിയുള്ളൂ, കിട്ടി. ഇതാണ് നമ്മുടെ S1 സ്ക്വയറും S2 സ്ക്വയറും. ഇനി നമ്മുടെ ഇക്വേഷനിൽ നമ്മൾ നോക്കുക, ഇവിടെ S1 സ്ക്വയർ എന്ന് മാത്രമല്ല S1 സ്ക്വയർ ബൈ n എന്നുണ്ട്. S1 സ്ക്വയർ ബൈ n, അതും കൂടെ ഒന്ന് കണ്ടുപിടിക്കണം. S1 സ്ക്വയർ നമുക്ക് ഇവിടെ കിട്ടി, അത് ബൈ n ഇവിടെ 10 ആണ്, 10 S1 സ്ക്വയർ ബൈ 10. S2 സ്ക്വയർ എന്ന് പറയുമ്പോഴേക്കും 16.944 ആണ് കിട്ടിയത് അല്ലെ. S2 സ്ക്വയർ പറയുമ്പോൾ എന്തായിരുന്നു, നമ്മുടെ ഈ ആറാമത്തെ കോളത്തിലെ വാല്യൂ ബൈ 10 - 1 9 ചെയ്തപ്പോൾ കിട്ടിയതായിരുന്നു 16.944. അത് ബൈ n ഇവിടെ 10 ആണ്. ഇനി ഒന്നുമില്ല, ഇനി എല്ലാ ഇക്വേഷനും ഇട്ട് കൊടുക്കാം. x1 ബാർ ആവറേജ് നമുക്ക് കിട്ടി 5, രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ ആവറേജ് 7.5. S1 സ്ക്വയർ ബൈ n നിങ്ങൾ ഇവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട് 0.822. S2 സ്ക്വയർ ബൈ n കണ്ടുവച്ചിട്ടുണ്ട് 1.694. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആ കിട്ടിയ വാല്യൂ ആണ് നമ്മുടെ ടി ടെസ്റ്റിന്റെ വാല്യൂ. അത് നെഗറ്റീവ് ആവാം, പോസിറ്റീവ് ആവാം, എത്ര വേണമെങ്കിലും ആവാം. അനോവയുടെ അതേ കണ്ടീഷൻ തന്നെയാണ് ക്രിട്ടിക്കൽ വാല്യൂ ഇവിടെ വരുന്നത്. നമുക്ക് കിട്ടിയ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ റിജക്ട് ചെയ്യും. ഇതാണ് ടി ടെസ്റ്റ്. അപ്പൊ ടി ടെസ്റ്റ് ഒന്നും കൂടി നോക്കുക. എക്സ് വൈ നമ്മുടെ ചോദ്യം ഉണ്ടാവും, അല്ലെങ്കിൽ x1 x2 എന്ന് എഴുതുക. x1ന്റെയും x2ന്റെയും ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് തന്നിരിക്കുന്ന ചോദ്യത്തിലെ ഓരോ നമ്പറിൽ നിന്നും ആവറേജ് കുറയ്ക്കുന്നു, സ്ക്വയർ ചെയ്യുന്നു. കുറച്ചിട്ട് കിട്ടിയ വാല്യൂന് സ്ക്വയർ ചെയ്യുന്നു. അതേപോലെ x2ന്നും ആവറേജ് വാല്യൂ കുറയ്ക്കുന്നു, അതിനെ സ്ക്വയർ ചെയ്ത് എഴുതുന്നു. മൂന്നാമത്തെയും ആറാമത്തെയും കോളത്തിന്റെ സമ്മ് മാത്രം വെച്ച് S1 സ്ക്വയറും S2 സ്ക്വയറും കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് വരുന്നത്. എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയത്തിന്റെ ഒരു ലിമിറ്റേഷൻ, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ പറഞ്ഞു പോകുന്നതിന്റെ ഒരു ഇതുമുണ്ട്. ഇനി ലാസ്റ്റ് ബ്ലോക്ക് വരുമ്പോഴേക്കും നമ്മുടെ കെൻഡാൾട്ടോയും മാൻവിറ്റിനെയും പറയാം. അതാണ് കുറെ പ്രാവശ്യം വരാറുള്ളത്. കെൻഡാൾട്ടോ പണ്ട് 6 മാർക്കിനായിരുന്നെങ്കിൽ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് 10 മാർക്കിനും വരാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഇത് വർഷം, എനിക്ക് തോന്നുന്നല്ല, ഞങ്ങളെ ഇത് വർഷവും അതിന്റെ തൊട്ട് മുന്നത്തെ വർഷവും 10 മാർക്കിനായിരുന്നു വന്നത്. അതായത് 2020-ലും 21-ലും 22-ലും ഇത് ഈ പറഞ്ഞ പോലെ 10 മാർക്കിനാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് കെൻഡാൾസ്റ്റോ ഉണ്ടാവുക. കെൻഡാൾസ്റ്റോയിലും ഭയങ്കര എളുപ്പമാണ് ടേബിള്, ജസ്റ്റ് റാങ്ക് ചെയ്താൽ മതി. സെപ്പറേറ്റ് റാങ്കിങ് ആണ്, രണ്ട് ഗ്രൂപ്പും സെപ്പറേറ്റ് റാങ്ക് ചെയ്യാം. റാങ്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു, അസെൻഡിങ് ഓർഡറിലാണെന്ന്. തന്നിരിക്കുന്ന നമ്പേഴ്സിന് അസെൻഡിങ് ഓർഡറിലാക്കുക. ഏറ്റവും ചെറിയ നമ്പറിന് 1, തൊട്ടടുത്ത നമ്പറിന് 2, നെക്സ്റ്റ് നമ്പറിന്, ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ എക്സിൽ ഏറ്റവും ചെറിയ നമ്പർ 3 ആണ്. 3ക്ക് റാങ്ക് 1, 4ന് റാങ്ക് 2, 7ന് റാങ്ക് 3. ആ രീതിയിൽ നമ്മൾ കൊടുത്തു. ഇനി റാങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, RX RY
ഇനി ഇത് രണ്ടുമാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ചോദ്യം മാറ്റി വെക്കാം. RXും RYയും ആണ്. ഇതിൽ നമ്മൾ RXനെ അസെൻഡിങ് ഓർഡർ 5 1 ഇങ്ങനെ കിടക്കണ അസെൻഡിങ് ഓർഡറിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും 1 2 3 4 5. ഓക്കെ, അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഏതാണെങ്കിലും അസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നമ്മുടെ നോർമലി നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സിന്റെ രീതിയിൽ തന്നെയാണ് വരിക. 1 2 3 4 5 RX എത്തി. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, RY കറസ്പോണ്ടിങ് ടു RX അങ്ങനെയാണ് എഴുതേണ്ടത്. RXന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RY വേണം എഴുതാൻ. അവിടെ ശ്രദ്ധിക്കണം. ഈ കോളത്തിലെടുത്ത് അതേപോലെ എടുത്ത് എഴുതല്ല ചെയ്യാം. ഈ കോളത്തിൽ നിങ്ങൾക്ക് നോക്കി അറിയാം RY ഇങ്ങനെയാണ്, 1 2 3 4 5 ആണ്. ഇത് അതേപോലെ എടുത്ത് എഴുതരുത്. 1 2 3 4 5 ആണ് നിങ്ങൾ കണ്ടു വിചാരിക്കണം. 1 2 3 4. RXന് കറസ്പോണ്ടിങ് എന്ന് പറയുമ്പോൾ 1ന്റെ നേർക്ക് 5, 2ന്റെ നേർക്ക് 1, 3യുടെ നേരെ 2, 4ന് നേരെ 3 ആൻഡ് 5ന് നേരെ 4. ഇതാണ് നിങ്ങൾ എവിടെ എഴുതേണ്ടത്? അടുത്ത സ്റ്റെപ്പിലെ കോളത്തിൽ എഴുതേണ്ടത്. അപ്പൊ 5 1 2 3 4. 1ന് നേരെ 5 ആണ്, 2ന് നേരെ 1, 3ന് നേരെ 2, 4ന് നേരെ 3, 5ന് നേരെ 4. ഈ രീതിയിൽ എഴുതും. ഇനി ചെയ്യേണ്ടത്, ഇനി RX ആവശ്യമില്ല, RY മാത്രമേ ആവശ്യമുള്ളൂ. RY ഇങ്ങനെയായിരുന്നു, 5 1 2 3 4. പിന്നെ ടോട്ടൽ എന്നൊരു കോളം കൂടെ വേണം. ഇവിടെ ശ്രദ്ധിക്കുക, നമ്പേഴ്സ് ഇറക്കിയിടും നമ്മൾ. 5 ആദ്യം ഇറക്കിയിട്ടു, ഇത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇനി തൊട്ടടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് നമ്മൾ ഇറക്കിയിട്ട താഴത്തേക്ക് എഴുതിയിട്ടുള്ള നമ്പറിനേക്കാൾ വലുതാണെങ്കിൽ പോസിറ്റീവ് സൈനും, ചെറുതാണെങ്കിൽ നമ്മൾ ടേബിളിൽ കൊടുക്കുക. 5ന്റെ അപ്പുറത്ത് 5 1 2 3 4 ആണ്. 5 നമ്മൾ ഇറക്കിയിട്ടു. തൊട്ടടുത്ത് കിടക്കുന്ന നമ്പർ 1 5നേക്കാൾ ചെറുതാണ്, നെഗറ്റീവ്. 2 5നേക്കാൾ ചെറുതാണ്, നെഗറ്റീവ്. 3 5നേക്കാൾ ചെറുതാണ്, നെഗറ്റീവ്. 4ഉം 5നേക്കാൾ ചെറുതാണ്, നെഗറ്റീവ്. 5നേക്കാൾ ചെറിയ ഡിജിറ്റ്സ് ആണ് ഇവിടെ എല്ലാം കിടക്കുന്നത്. അപ്പൊ എല്ലാം നെഗറ്റീവ്. അപ്പൊ -4. അടുത്തത് 1 ഇറക്കിയിട്ടു. 1 ഇറക്കിയിട്ട് കഴിഞ്ഞാൽ 1നേക്കാൾ വലുതാണ് 2ഉം 3ഉം 4ഉം. എല്ലാം പോസിറ്റീവ്. അടുത്ത 3 ഇറക്കിയിടുന്നു. 3നേക്കാൾ വലിയ നമ്പേഴ്സ് ആണ് 4. 3നേക്കാൾ വലിയ നമ്പറാണ് 4. അപ്പൊ അവിടെ പ്ലസ്. ഇനി 0. ലാസ്റ്റ് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്ത് സം വാല്യൂ ആണ്. അപ്പൊ ഇവിടെ നെഗറ്റീവ് വരുന്നുണ്ട്, -4 പ്ലസ് പോസിറ്റീവ് എല്ലാം കൂടി കൂട്ടുമ്പോൾ 6 വരുന്നത്. 3 2 5 1 6. നെഗറ്റീവ് 4ഉം പോസിറ്റീവ് 6ഉം കൂടി ചേരുമ്പോൾ പോസിറ്റീവ് 2. അത് നമ്മുടെ ചെറുപ്പത്തില് നെഗറ്റീവിന്റെ റൂളാണ്. ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറും വന്നു കഴിഞ്ഞാൽ വലിയ ഡിജിറ്റിൽ നിന്ന് ചെറിയ ഡിജിറ്റ് കുറയ്ക്കുക. എന്നിട്ട് ഏതാണോ വലിയ ഡിജിറ്റ് അതിന്റെ സിമ്പൽ. 6ന്ന് 4 കുറച്ചു. 6 ആണ് വലിയ നമ്പർ ഇവിടെ. 6ന്റെ സിമ്പൽ പോസിറ്റീവ്. ഇപ്പൊ പോസിറ്റീവ് 2. കെൻഡാൽ-സ്റ്റോന്റെ ഇക്വേഷൻ ഭയങ്കര എളുപ്പമുള്ള ഇക്വേഷൻ. 2s by n into n minus 1. n into n square minus 1 സ്പിയർമാൻ റോയിൽ ഉണ്ട് ഡിനോമിനേറ്ററിൽ. ഇവിടെ n into n minus 1 ഉള്ളൂ, മാറിപ്പോരുത്. 2s by n into n minus 1. അപ്പൊ എസിന്റെ അവിടെ വാല്യൂ നമുക്ക് കിട്ടി, പോസിറ്റീവ് 2 ആണ്. 2 into 2 by n ഇവിടെ 5 നമ്പറേ ഉള്ളൂ, 5 ഇട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. കണ്ടോ, ഇതിന്റെ വാല്യൂ 0.2 ആണ്. അപ്പൊ ഇതെന്താ, പോസിറ്റീവ് എഴുതാം. ഇത് കോറിലേഷൻ ടെസ്റ്റ് ആണ് കെൻഡാൽ-സ്റ്റോ എന്ന് പറയുന്നത്. 2 വേരിയബിൾ തമ്മിൽ റിലേഷൻ ഉണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് 0.20. ലാസ്റ്റത്തത് മാൻ വിറ്റ്നി. അപ്പൊ കെൻഡാലിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം റാങ്ക് എഴുതണം. റാങ്ക് എഴുതി കഴിഞ്ഞാൽ RXനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അസെൻഡിങ് ഓർഡറിലാക്കുന്നു. അസെൻഡിങ് ഓർഡറിലാക്കിയ ശേഷം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള RY എടുത്ത് എഴുതുന്നു. പിന്നെ ഈ ടേബിൾ എസ് കണ്ടുപിടിക്കാനുള്ള ടേബിൾ വരയ്ക്കുന്നു. ഈ ടേബിൾ വരയ്ക്കുന്നു, ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് കെൻഡാലിൽ ശ്രദ്ധിക്കേണ്ടത്. മാൻ വിറ്റ്നി ഇതുകൂടെ പറയാനേ ടൈമുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാതെ കഴിഞ്ഞാൽ. മാൻ വിറ്റ്നി യൂട്ടേഴ്സ് ഭയങ്കര എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന അല്ലെ.
ഞാനൊക്കെ സ്റ്റാറ്റി പഠിപ്പിക്കുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്ന പ്രോബ്ലം മാൻ വിറ്റ്നി, കാരണം ഏറ്റവും എളുപ്പം ചെയ്യാനാണ്. 5 to 20 ആണെങ്കിൽ 5 മുതൽ 20 വരെ 5 ആണെങ്കിൽ 20ലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാം, മാൻ വിറ്റ്നി ടെസ്റ്റ്. 5 താഴെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 5 മുതൽ 20 വരെ ഡാറ്റ വരുന്ന സമയത്ത് നമുക്ക് മാൻ വിറ്റ്നി ടെസ്റ്റ് ചെയ്യാം. നോൺ പാരാമെട്രിക് ടെസ്റ്റ് ആണ്. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാൻ ചാറ്റ് ബോക്സ് നോക്കാം, ലാസ്റ്റ് നോക്കാം, കുറെ എന്തൊക്കെയോ വന്നു കിടക്കുന്നുണ്ട്. ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം രണ്ടും റാങ്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, രണ്ട് ഗ്രൂപ്പും കൂടെ കമ്പയർ ചെയ്തിട്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പൊ ഇത്രയും നേരം റാങ്ക് ചെയ്തപ്പോഴും രണ്ട് ഗ്രൂപ്പും വേറെ വേറെയാണ്. ഇവിടെ നമ്മൾ കമ്പൈൻ ചെയ്യാണ് ചെയ്യുക, രണ്ട് ഗ്രൂപ്പും കൂടെ ചേർത്ത്. രണ്ട് ഗ്രൂപ്പിലും കൂടെ ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിന് നമ്മൾ റാങ്ക് ചെയ്യും. ഇപ്പൊ ഞാനിവിടെ കുറച്ച് മാൻ വിറ്റ്നിയിലെ വേറൊരു ഫോമാറ്റ് എടുത്തിരിക്കുന്നത്, നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നത്, കാരണം നിങ്ങൾക്ക് ചെയ്യാൻ പറഞ്ഞു തരാനും എളുപ്പത്തിന്. ഇതൊന്ന് നമ്പർ റിപ്പീറ്റ് ചെയ്യാതെ വരാം കേട്ടോ. ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ 12 ആണ്, പിന്നെ വരുന്നത് 15, പിന്നെ 17 ഉണ്ട്, പക്ഷെ 2 പ്രാവശ്യം ഉണ്ട്. 17, പിന്നെ 18 വരുന്നുണ്ട്. 18 കഴിഞ്ഞാല് 20 വരുന്നുണ്ട്. 20 കഴിഞ്ഞാൽ 40 ആണ്. 45, പിന്നെ വരുന്നത് 46 ഉണ്ട്, 50 വരുന്നുണ്ട്. ഇങ്ങനെയാണ് 10 നമ്പർ വരുന്നത്. ഇത് നിങ്ങൾ നോർമലി റാങ്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പോവാം. 1, 2, 3, 4, 5, 6, 7, 8, 9. റാങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെ പേപ്പറിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് തെറ്റില്ലേ. ഇപ്പൊ ഈ പറഞ്ഞ ഏത് പ്രോബ്ലത്തിലും റാങ്ക് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്ന ആൾക്കാർ അങ്ങനെ എഴുതുക. നോർമലി എഴുതേണ്ട ആവശ്യമില്ല, കിട്ടാത്തവർ റഫ് പേജിൽ എഴുതി നോക്കുക. ഇപ്പൊ ഇതിൽ 17 2 പ്രാവശ്യം ഉണ്ട് അല്ലെ. അപ്പൊ ഒരേപോലത്തെ നമ്പറിന് നമുക്ക് 2 റാങ്ക് കൊടുക്കാൻ പറ്റില്ല, അത് റൂൾ അല്ല. ഇങ്ങനെ ഒരേ ആൾക്ക് 2 റാങ്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ 3ഉം 4ഉം ആണ് അതിന്റെ പൊസിഷൻ വന്നിരിക്കുന്നത്, അതിന്റെ ആവറേജ് എടുക്കും. 3ന്റെ 4ന്റെ ആവറേജ് എത്രയാ? 3.5. ഇനി 3 പ്രാവശ്യം ഉണ്ടെങ്കിൽ ആ 3 നമ്പറും കൂടെ കൂട്ടിയിട്ട് ബൈ 3 എന്ന് ചെയ്യും. ഇവിടെ 17 2 പ്രാവശ്യമാണ്, 3ഉം 4ഉം ആണ് പൊസിഷൻ. അപ്പൊ അതിന്റെ റാങ്ക് 3.5 കിട്ടി. അങ്ങനെയാണ് അവിടെ റാങ്ക് എഴുതിയിരിക്കുന്നത്. 17ന്റെ റാങ്ക് അപ്പൊ 3.5 ആ വരെ. 18ന്റെ റാങ്ക് ഓൾറെഡി 5 ആണ്, നമ്മൾ എഴുതുമ്പോൾ തന്നെ പൊസിഷൻ വന്നല്ലോ. ഒരിക്കലും 18ന്റെ റാങ്ക് 4 കൊടുക്കരുത്, ചിലവർക്ക് തെറ്റ് പറ്റാറുണ്ട്. ഇത് 3.5 എഴുതിയിട്ട് തൊട്ടടുത്ത് ഇങ്ങനെ മനസ്സിലങ്ങ് കാൽക്കുലേറ്റ് ചെയ്ത് 4 എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്, അതിനാണ് എഴുതി നോക്കാൻ പറയുന്നത്. നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്ന വരുന്നവിടെ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി നോക്കാം. 3D 4ന്റെ ആവറേജ് 3.5 എഴുതി, നെക്സ്റ്റ് റാങ്ക് 5 കൊടുത്തു. ഇനി ഓരോ ഗ്രൂപ്പിന് സെപ്പറേറ്റ് ആട്ടോ, സമ്മ കണ്ടുപിടിക്കുന്നതിന് സെപ്പറേറ്റാ. റാങ്ക് 1ന്റെ വേറെ, റാങ്ക് 2ന്റെ വേറെ കണ്ടുപിടിച്ചു. അതിന്റെ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കാം. ഭയങ്കര കുഞ്ഞു ഇക്വേഷൻ, n1 into n2 plus n1 into n1 plus 1/2. ഇത് ഹോൾ ഡിവൈഡഡ് ബൈ 2 ആണ്, അതപ്പോ വരുന്നുണ്ടായിരുന്നില്ല. n1 into n1 plus 1 ഇവിടെ ബൈ 2. അതായത് ഇങ്ങനെ 1ന് മാത്രമല്ല 2 ഉള്ളത്, ഇത് ടോട്ടൽ ടേമിനാണ് 2 ഉള്ളത്. മൈനസ് സിഗ്മ r1. n1 ഇവിടെ 5 ആണ്, 5 into 5 25 പ്ലസ് n1 ഓൾറെഡി 5 ആണ്. n1 plus 1 എത്ര കിട്ടും? 5 plus 1 പറയുമ്പോൾ 6. 5 into 6 30/2 15 കിട്ടി. 25 plus 15 മൈനസ് സിഗ്മ r1. r1ന്റെ നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വാല്യൂ, നമ്മുടെ രണ്ടാമത്തെ കോളത്തിൽ 37.5. ഇനി യു ഡാഷ് കാണണം. യു ഡാഷ് കാണുമ്പോഴും ഇതേ ഇക്വേഷൻ, പക്ഷെ n1 ഉള്ളവിടെ n2 ആവും, r1 ഉള്ളവിടെ r2 ആവും. ഇവിടെ രണ്ട് ഗ്രൂപ്പിൽ ഈക്വൽ നമ്പറാണ് വന്നത്. രണ്ട് ഗ്രൂപ്പിൽ 5 നമ്പർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ r2 മാത്രമേ ഡിഫറെന്റ് ആയിട്ട് വരുള്ളൂ. ചില ചോദ്യത്തിൽ n1 ഇപ്പൊ 5 ഉണ്ടെങ്കിൽ n2 ചിലപ്പോൾ 6 ഉണ്ടാവാം, 7 ഉണ്ടാവാം, എണ്ണത്തിൽ വ്യത്യാസം വരും. അങ്ങനെ വന്നാൽ അത് നമ്പർ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയേ ഉള്ളൂ മാൻ വിറ്റ്നി യു ടെസ്റ്റ്. ഇവിടെ ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറയുന്നത്
നേരെ ഓപ്പോസിറ്റ് ആണ്, ഇത്ര നേരം പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ വരുന്നത്. ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മാത്രം നോർമലി നിങ്ങൾ 2 വാല്യൂ എഴുതണം. യുവിന് 2.5 എഴുതണം, യു ഡാഷ് ഈക്വൽ ടു 22.5 എന്ന് എടുത്ത് എഴുതണം. ഇനി ഇൻ കേസ് ക്രിട്ടിക്കൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ മിനിമം വാല്യൂ ആണ് എടുക്കുക. മിനിമം വാല്യൂ ഇവിടെ 2.5 ആണ്. ആ 2.5 ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യും. ഇത്രയും നേരം നമ്മൾ പഠിച്ചത് കിട്ടിയ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ വലുതാണെങ്കിൽ റിജക്ട് ചെയ്യുന്ന. പക്ഷെ മാൻ വിറ്റ്നി യു ടെസ്റ്റിനും വിൽകോക്സിനും മാത്രം നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യണമെങ്കിൽ കിട്ടിയ വാല്യൂ ക്രിട്ടിക്കൽ വാല്യൂവിനേക്കാൾ ചെറുതായിരിക്കും. ഒബ്റ്റൈൻഡ് വാല്യൂ ലെസ് ദാൻ ക്രിട്ടിക്കൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നൾ ഹൈപ്പോത്തിസിസ് റിജക്ട് ചെയ്യുന്നു. ഇതിനൊക്കെ മാൻ വിറ്റ്നിക്കും വിൽകോക്സും. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഇനിയും പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ, ബാക്കിയൊന്നും വരില്ല എന്ന് ഞാൻ പറയണില്ല. അപ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും നോക്കിയിട്ട് പോവാ. വിൽകോക്സും വരാറുള്ളത് പ്രോബ്ലം ആയിട്ടല്ല, ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ എഴുതാൻ. വിൽകോക്സൻ, ക്രുസ്കൽ വാലിസ് ഇതെല്ലാം നിങ്ങൾക്ക് ഹൈപ്പോത്തറ്റിക്കൽ ഡാറ്റ അല്ലെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് വരാറുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്ത് നിങ്ങൾ ചെയ്യാം, അത് മാത്രമാണ് വരുന്നത്. അത്രയാണ് ചെയ്യേണ്ടത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എനിക്ക് 8:30 ക്ലാസ് ഉണ്ട്. ഓൾറെഡി 8 മണിയുടെ ക്ലാസ് ഞാനിങ്ങനെ